നമസ്കാരം. മാർക്ക് ഫെല്ലറും എമിലി ബ്ലാക്കും കൂടി ഷുവാങ് ടെങ്ങിന്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ ശരിക്കും ആളുകളുണ്ട്. എമിലിയെ കണ്ട മാത്രയിൽ പല ചെറുപ്പക്കാരികളും എമിലിക്കെതിരെ ഓടി വരികയാണ്. ന്യൂസ് അലസ്റ്റിൽ എല്ലാ ആളുകളും ശരിക്കും അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്ന ഒരു പേരാണ് എമിലി ബ്ലാക്ക്. ബ്ലാക്ക് കുടുംബത്തിന്റെ പല കമ്പനികളുടെയും സിഇഒ എന്ന നിലയിൽ അവർക്കാർക്കും എത്തിപ്പിടിക്കാനാവാത്ത ഔന്നത്യത്തിൽ നിന്നിരുന്ന വ്യക്തി കൂടിയാണ് എമിലി ബ്ലാക്ക്. ആ എമിലിയാണ് 2 കൊല്ലങ്ങൾക്ക് ശേഷം അവർ പലരും കാണുന്നത്. ആ കൂട്ടത്തിൽ ചിലരെങ്കിലും എമിലിയെ ഇതിനു മുമ്പ് ഒരു തവണ കണ്ടിട്ടുണ്ട്. അത് ജിങ്ദു മാർഷൽ ആർട്സ് അക്കാഡമിയുടെ മുന്നിൽ എമിലിയുടെ ബ്ലഡ് ഊറ്റിയെടുക്കാൻ വേണ്ടി ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തപ്പോഴാണ്. അവരൊഴികെയുള്ള ആളുകളൊക്കെ വല്ലാത്തൊരു അമ്പരപ്പോടുകൂടിയാണ് എമിലിയുടെ അടുത്തേക്ക് ഓടി വരുന്നത്. പലർക്കും അറിയേണ്ടത് എമിലി എവിടെയായിരുന്നു, എമിലിക്ക് എന്തു പറ്റി എന്തൊക്കെയുള്ള വിവരങ്ങളാണ്. സകലരോടും എമിലി സംസാരിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ ന്യൂസ് അലസ്റ്റിലെ മാർക്കിന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് നടന്നു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എമിലിയെ യാവമങ് വിളിച്ച് അവളുടെ അടുത്തുകൊണ്ടിരുത്തി. ശരിക്കും എമിലി ഇപ്പൊ കാണാൻ അതിസുന്ദരിയാണ്. സകല ചെറുപ്പക്കാരുടെയും ശ്രദ്ധ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എമിലിയിലേക്ക് വീണു. ആ സമയത്താണ് എമിലിയുടെ അടുത്തേക്ക് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ നടന്നു വന്നത്. അവൻ എമിലിയുടെ മുന്നിലെത്തിയതും എമിലി വിഷ് ചെയ്തു. ഹലോ മിസ് എമിലി, എന്നെ ഓർക്കുന്നുണ്ടോ? ഏയ് മിസ്റ്റർ കാവോ, അതൊന്ന് ചോദ്യമാ ചോദിക്കുന്നത്. മിസ് എമിലി, ഞാൻ പണ്ട് കാലം മുതലേ നിന്റെ സൗന്ദര്യത്തിൽ ആകർഷണമായ വ്യക്തിയാണ്. എമിലി കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും മിസ് എമിലിയെ കുറിച്ച് പറയാനേ ശരിക്കും സമയമുണ്ടായിരുന്നുള്ളൂ. അത് കേട്ടപ്പോ എമിലി ഒന്ന് പുഞ്ചിരിച്ചു. എമിലിയെ കുറിച്ച് ആ പറയുന്ന കഥ വാസ്തവമാണെന്ന് അവിടെ കൂടിയിരിക്കുന്ന കൂട്ടുകാരികൾക്കും അറിയാം. കോളേജ് കാലഘട്ടത്തിലും അതിനുശേഷം അവൾ ബിസിനസിന്റെ മേഖലയിലേക്ക് കടന്നപ്പോഴും എമിലി തന്നെയായിരുന്നു ന്യൂസ് അലസ്റ്റിലെ പ്രധാന താരം. എമിലിയേക്കാൾ സൗന്ദര്യമുള്ള ആരും ആ സമയത്ത് ന്യൂസ് അലസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. അതുകൊണ്ട് തന്നെ ആ ചെറുപ്പക്കാരന്റെ വാചകത്തിൽ അതിശയോക്തിയൊന്നും ആർക്കും തോന്നിയില്ല. എല്ലാവരും അതാലോചിച്ച് ചിരിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ കാവോ റൂയി എമിലിയോട് ചോദിച്ചു, മിസ് എമിലി, നമുക്കൊന്ന് നൃത്തം ചെയ്താലോ? അവിടെ ഒരു നേർത്ത ശബ്ദത്തിൽ ഒരു പാട്ട് അലയടിക്കുന്നുണ്ട്. ആ പാട്ടിനൊപ്പം നൃത്തം ചെയ്താലോ എന്ന് കാവോ റൂയി എമിലിയോട് ചോദിച്ചതും എമിലി കാവോ റൂയിയോട് പറഞ്ഞു, ഹേയ് എനിക്ക് താല്പര്യമില്ല. ഹേയ് എമിലി, അതെന്ത് പറച്ചിലാണ്? നേരത്തെ ഞാൻ ഈ ചോദ്യം ചോദിക്കാതിരുന്നതിന്റെ കാരണം മിസ്റ്റർ ഓൾഡ് മാസ്റ്റർ മിസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്ക് ആണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആരും മിസ് എമിലിയോട് അത്തരത്തിലുള്ള ചോദ്യം ചോദിക്കാൻ തുനിയില്ല എന്നെനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. ഇപ്പോ ഓൾഡ് മാസ്റ്റർ ഇല്ലല്ലോ. അതുമാത്രമല്ല മിസ് എമിലി, ബ്ലാക്ക് കുടുംബത്തിൽ എമിലിക്കുള്ള ആ സ്വാധീനവും ഇപ്പൊ ഇല്ല. അതുകൊണ്ട് വലിയ മസിൽ പിടുത്തൊന്നും വേണ്ട. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും എമിലി കാവോ റോയിയോട് പറഞ്ഞു, ഏയ് മിസ്റ്റർ കാവോ റോയ്, ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും എനിക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് നിന്നോടൊപ്പം നൃത്തം ചെയ്യാൻ ഒരു താല്പര്യവുമില്ല. ഏയ് എമിലി, നീ ഇപ്പോഴും അഹങ്കാരത്തോടാണ് സംസാരിക്കുന്നത്. ഇപ്പോ നിന്റെ ഈ അഹങ്കാരത്തിന് മറുപടി തരാൻ എനിക്ക് കഴിയും. ആ കാര്യം നീ മറന്നു പോവുകയാണ്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും അവന്റെ ഷോൾഡറിൽ ആരോ സ്പർശിച്ചു. അവൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോ അവന്റെ മുന്നിൽ സാക്ഷാൽ മാർക്ക് ഫെല്ലർ നിൽക്കുകയാണ്. മാർക്കിനെ തൊട്ടു മുന്നിൽ കണ്ടതും അവൻ ആദ്യം ഒന്ന് വിരണ്ടു എന്ന് പറയാം. പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ അവന്റെ സ്വബോധം വീണ്ടെടുത്തുകൊണ്ട് മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, ഹേയ് മാർക്ക് ഫെല്ലർ, ഞാൻ നിങ്ങൾ ആദ്യമായി ഞങ്ങൾ കാണുന്നത്. അവന്റെ ആ ഡയലോഗിന് മറുപടി പറയാതെ മാർക്ക് മുഷ്ടി ചുരുട്ടി അവന്റെ മുഖത്തൊരു ഒറ്റ ഇടി. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് മാർക്ക് ഫെല്ലർ കാവോ റൂയെ ഇടിച്ചത്. ഇടി പെട്ടെന്നായതുകൊണ്ട് തന്നെ കാവോ റൂയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ ശരിക്കും പുറകോട്ടങ്ങ് തെറിക്കുകയായിരുന്നു. അവൻ താഴെ വീഴാൻ പോയതും അവന്റെ അടുത്തുണ്ടായിരുന്ന ആരോ അവനെ പിടിച്ചു നിർത്തി. അവന്റെ മുഖത്ത് ശരിക്കും മാർക്കിന്റെ ആ മുഷ്ടി നന്നായി പതിഞ്ഞതിന്റെ അടയാളം വിസിബിൾ ആണ്. അവൻ പെട്ടെന്നൊന്ന് ബാലൻസ് ചെയ്തിട്ട് കാവോ റൂയി മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നീ ആരെയാണ് തൊട്ടതെന്നറിയാവോ? ഞാൻ ഈ പൈറോയിലെ യങ്സ്റ്റേഴ്സിന്റെ 4th റാങ്കുകാരനാണ്. 4th റാങ്കുകാരനാണെന്നുള്ള വേർഡ് അവൻ കംപ്ലീറ്റ് ചെയ്യും മുമ്പ് അവന്റെ മുമ്പിലേക്ക് മാർക്ക് എത്തി. മാർക്ക് വീണ്ടും ഒരു ഒറ്റ ഇടി. ഞാൻ 4th, വീണ്ടും അവൻ 4th എന്ന് പറയുമ്പോൾ മാർക്ക് പിന്നെ ഇടിക്കുകയാണ്. തുര 4-5 ഇടി മാർക്കിന്റെ വകയായി അവന് കിട്ടിയതും അവൻ ശരിക്കും പെട്ടതുപോലെയായി. സ്വാഭാവികമായ ഈ സംഭവവികാസം
സമീപത്തുണ്ടായിരുന്ന പലരുടെയും ശ്രദ്ധയപ്പെട്ടു. അവരൊക്കെ അമ്പരപ്പോട് നോക്കിയപ്പോൾ മാർക്ക് ഫെല്ലർ അവന്റെ കോളർ പിടിച്ച് അവർ പൊക്കിയെടുത്തു. ഓൾഡ് മാസ്റ്റർ നേരത്തെ ഒരു സൺ കുടുംബത്തെ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാക്കിയതിനെ കുറിച്ച് ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അത് വെറും ഒരു കഥയായിട്ടാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് കഥയല്ല, യാഥാർത്ഥ്യമാണെന്ന്. നിന്റെ കാവോ കുടുംബം ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ പോവുകയാണ്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിന്റെ പിതാവിനെ എന്നെ ഒന്ന് കാണാൻ പറ. എന്നോട് മാപ്പ് പറഞ്ഞാൽ നിന്റെ കുടുംബത്തെ ഞാൻ നിലനിർത്താം. അങ്ങനെ പറഞ്ഞിട്ട് കാവോറോയുടെ തലയുടെ പുറയിൽ മാർക്ക് ഒരൊറ്റ അടിയും കൊടുത്തു. ശരിക്കും നമ്മൾ ഈ കൊച്ചു പിള്ളേരെയൊക്കെ തലയുടെ പുറയിൽ അടിച്ചു വിടും പോലെ മാർക്ക് അവന് ഒറ്റ അടി. ആ അടിയുടെ ഫോഴ്സിൽ അവൻ ശരിക്കും ഒത്തിരി ദൂരേക്ക് നീങ്ങി. അവിടെ നിന്ന് അവൻ ഓടി വാതിൽക്കലേക്ക് നടക്കുന്നിടയിൽ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഇതിനെ അനുഭവിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കാവോറോയി ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. മാർക്ക് ഫെല്ലർ അവനെ തിരിഞ്ഞു പോലും നോക്കാതെ നടന്ന് എമിലിയുടെ അടുത്ത് വന്നിരുന്നു. എമിലിയുടെ അടുത്തിരുന്ന മാർക്ക് എമിലിയോട് ചോദിച്ചു, എമിലി, കുഴപ്പമില്ലല്ലേ? മാർക്ക്, എന്ത് കുഴപ്പം? അവന് അത് അർഹിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്കിപ്പോ ശരിക്കും ബോൾഡായിരിക്കുകയാണ്. എമിലി, അത് പിന്നെ നിന്നെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്താൽ കണ്ടോണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞതിന് ശേഷം മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഒന്ന് റിലീസ് ചെയ്ത് ചുറ്റുപാടുമൊക്കെ ഒന്ന് നിരീക്ഷിച്ചു. അപ്പോഴാണ് മാർക്കിന് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ബോധ്യമായത്. ആ ഹാളിന് പുറത്ത് ഇരുട്ടത്ത് ഹാസ്റ്റഡ് മാർഷൽ സെയിൻ കപ്പാസിറ്റിയുള്ള ഏകദേശം 1/2 ഡസനോളം ആളുകൾ പല സ്ഥലത്തായി പതുങ്ങി നിൽക്കുകയാണ്. അവരുടെ ലക്ഷ്യം ഉറപ്പായും മാർക്ക് ഫെല്ലറും എമിലി ബ്ലാക്കുമാണെന്ന് ആ നിമിഷത്തിൽ തന്നെ മാർക്കിന് മനസ്സിലാവുകയും ചെയ്തു. അത് മനസ്സിലായ മാർക്ക് അർത്ഥഗർഭമായി ഒന്ന് പുഞ്ചിരിച്ചു. മാർക്ക് ചിരിക്കുന്നത് കണ്ട എമിലി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ നേരത്തെ പൈൻസിനെ കുറിച്ച് ആലോചിച്ച് ചിരിച്ചു പോയതാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും എമിലിയും ചിരിച്ചു. അവരങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ പലരും അവരടുത്തേക്ക് വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എല്ലാ ആളുകൾക്കും എമിലി ബ്ലാക്കിനോട് സംസാരിക്കാൻ വല്ലാത്ത താല്പര്യം. പക്ഷെ അവരൊക്കെ തൊട്ടടുത്തെത്തുമ്പോൾ അടുത്തിരിക്കുന്ന മാർക്കിനെ കാണുമ്പോൾ ലേശം ഭയത്തോടു കൂടിയാണ് എമിലിയോടും മാർക്കിനോടും സംസാരിക്കുക. മാർക്ക് ഇപ്പോ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ്. അതിൻ്റെതായ ഒരു ബഹുമാനം അവർക്ക് മുന്നിൽ എത്തുന്ന ഓരോ ആളും മാർക്കിനും എമിലിക്കും കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് മാർക്കിന് ആ ഹാളിലേക്ക് ശക്തമായ ചില ഊർജ സോഴ്സുകൾ കടന്നു വരുന്നതായി ഫീൽ ചെയ്തു. അങ്ങനെ തോന്നിയതും മാർക്ക് ആ വാതിൽക്കിലേക്ക് നോക്കി. വാതിൽ വഴി കടന്നു വരുന്ന ആളുകളുടെ മുന്നിലുള്ളത് സാക്ഷാൽ ഗു ഷിങ് ഹിയാണ്. അവന്റെ വലതു ഭാഗത്തായി വാൻ ഗസ്മാൻ ഉണ്ട്. അവരുടെ രണ്ടുപേരുടെയും പുറകിലായി 4 ഹാസ്റ്റ് ഓഫ് മാർഷൽ സെയിന്റുകൾ. ആ 6-അംഗ ടീം ആ ഹാളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളുടെ ശ്രദ്ധയും അവരിലേക്ക് പതിഞ്ഞു. ഏറ്റവും മുന്നിൽ വരുന്നത് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ സർവ്വകാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഗു ഷിങ് ആണ്. രണ്ടാം മിസ്റ്റിക് വേൾഡിന്റെ തലവൻ ഗു ഷീഷിന്റെ മകനാണല്ലോ ഗു ഷിങ്. അതുകൊണ്ട് തന്നെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാ ആളുകൾക്കും അയാളെ അറിയാം. അതുകൊണ്ട് തന്നെ ഗു ഷിങ്ങിനെ കണ്ടതും എല്ലാവരും അയാളെ വണങ്ങുകയും ചെയ്തു. എല്ലാവരും ഗു ഷിങ്ങിനെ വണങ്ങുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ ആ കടന്നു വരുന്ന ആളെ എമിലി ബ്ലാക്കിനെ പരിചയപ്പെടുത്താനായി അത് എന്ന് പറഞ്ഞതും എമിലി മാർക്കിനോട് പറഞ്ഞു, അത് ഗു ഷിങ്, എനിക്കറിയാം. എമിലി, നിനക്കെങ്ങനെ അറിയാം? മാർക്ക്, അയാൾ ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലെ മാസ്റ്റർ ഉണ്ടല്ലോ, ഗു ഷിങ്, അയാളുടെ മകനാണ്. ഇവൻ എന്റെ കുറെ രക്തം ഊറ്റിയെടുത്തവനാണ്. എമിലി ബ്ലാക്ക് അങ്ങനെ പറഞ്ഞതും മാർക്ക് എണീറ്റതും ഒരേ നിമിഷത്തിലാണ്. എമിലി ബ്ലാക്കിന്റെ രക്തം എടുത്ത ആളുകളെ ഒന്നൊന്നായി മാർക്ക് കൊന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും എമിലി ബ്ലാക്ക് ഗു ഷിങ്ങും അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞത് കേട്ടതും മാർക്കിന്റെ ദേഷ്യം അങ്ങനെ ഇരച്ചു വരികയാണ്. ഈ സമയത്ത് അവരുടെ അടുത്തേക്ക് ഗു ഷിങ് വാൻ ഗസ്മാനോടൊപ്പം നടന്നെത്തി. എമിലി ബ്ലാക്കിനെ കണ്ടതും ഗു ഷിങ് എമിലി ബ്ലാക്കിനോട് പറഞ്ഞു, മിസ് എമിലി, ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. മിസ് എമിലി, നീ ഞങ്ങൾക്കൊപ്പം സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ കാര്യങ്ങളൊന്നും മറന്നു കാണില്ലല്ലോ അല്ലേ? ആ ലൈഫ് മിസ് എമിലി നിനക്ക് മിസ്സായിട്ടുണ്ടെന്ന് എനിക്കറിയാം. സാരമില്ല, ഉടനെ ആ ലൈഫ് വീണ്ടും നിനക്ക് ഞാൻ നൽകുന്നുണ്ട്. ഗു ഷിങ് ആ വാക്കുകൾ പറഞ്ഞതും ഇരുന്ന സീറ്റിൽ നിന്ന് എണീറ്റ എമിലിയുടെ മുഖം ഒന്ന്
മങ്ങിയത് മാർക്ക് ഫെല്ലറുടെ കണ്ണിൽപ്പെട്ടു. ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ വെച്ച് എമിലി ബ്ലാക്കിന്റെ രക്തം ഊറ്റിയ ആ ദിവസങ്ങൾ, ആ നിമിഷങ്ങൾ പെട്ടെന്ന് എമിലിയുടെ മനസ്സിലേക്ക് കടന്നു വന്നതാണെന്ന് മാർക്കിന് മനസ്സിലായി. എമിലി ബ്ലാക്കിന്റെ മുഖം മങ്ങിയത് സ്വാഭാവികമായിട്ടും ഗൂഷിങ്ങും കണ്ടു. ഗൂഷിങ് ചിരിച്ചുകൊണ്ട് എമിലി ബ്ലാക്കിനോട് പറഞ്ഞു, എമിലി, സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് വേണമെങ്കിൽ ആ വേദന നിറഞ്ഞ നിന്റെ കാലം മറക്കാൻ ഞാനൊരു അവസരം തരാം. നീ എന്നോടൊപ്പം കൂടിക്കൂ. എന്നോടൊപ്പം കൂടിയാൽ നിന്നെ ആരും പിന്നെ വേദനിപ്പിക്കത്തില്ല. സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന്റെ തലവന്റെ മകനായ ഗൂഷിങ്ങിന്റെ ജോഡിയായി എമിലി ബ്ലാക്ക് മാറിയാൽ പിന്നെ എമിലിയെ ആരും തൊടില്ല എന്ന് പറയാതെ പറയുകയാണ് ഗൂഷിങ്. ഗൂഷിങ് അത് പറഞ്ഞതും മാർക്ക് ഫെല്ലർ കൈ നിവർത്തി ഒരു അച്ച ഇടി. മാർക്ക് ഫെല്ലറുടെ ആ ഇടി ശരിക്കും ഗൂഷിങ് പ്രതീക്ഷിക്കായിരുന്നു. പെട്ടെന്ന് ഗൂഷിങ് അതിസമർത്ഥമായി ഒന്ന് ഒഴിഞ്ഞ് മാറി. ഗൂഷിങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോ നീ തികച്ചും അപ്രതീക്ഷിതമായി എന്നെ ഇടിച്ചതിൽ എനിക്കൊന്നും അടി പതറിയതാണ്. ഒരേ തെറ്റ് രണ്ടാമത് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ പാടില്ലല്ലോ. ചിരിച്ചുകൊണ്ടാണ് ഗൂഷിങ് അത് പറഞ്ഞത്. ഗൂഷിങ് അങ്ങനെ പറഞ്ഞതും ഗൂഷിങ്ങിനൊപ്പമുള്ള വാൻ ഗസ്മാൻ മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, മാർക്ക്, നിന്റെ അഹങ്കാരം അവസാനിക്കാൻ പോവുകയാണ്. മാർക്ക്, ഇനി നിനക്ക് അധികം ആയുസ്സൊന്നുമില്ല. അത് കഴിഞ്ഞാൽ നിന്റെ എമിലി ബ്ലാക്ക് ഞങ്ങൾക്ക് സ്വന്തമാണ്. അങ്ങനെ വാൻ ഗസ്മാൻ പറഞ്ഞതും വാൻ ഗസ്മാനെ മൈൻഡ് ചെയ്യാതെ മാർക്ക് ഫെല്ലർ ഷ്രിങ്ങിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള മാർക്കിന്റെ ആ മാജിക് സ്പെൽ ആക്ടിവേറ്റ് ചെയ്ത് കണ്ണടച്ചുറക്കുമ്പോ ഗൂഷിങ്ങിന്റെ മുന്നിലെത്തി. മാർക്ക് ഫെല്ലർ തികച്ചും അപ്രതീക്ഷിതമായി ഗൂഷിങ്ങിന്റെ മുന്നിലെത്തിയപ്പോ ഗൂഷിങ്ങിന് എങ്ങോട്ടും ഒഴിയാൻ പറ്റാത്ത ഒരു സ്റ്റേജായി. അവൻ വാ തുറക്കും മുമ്പ് മാർക്ക് ഫെല്ലർ അവൻ ആഞ്ഞൊരൊറ്റ ഇടി. തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള മാർക്ക് ഫെല്ലറുടെ ആ ഇടി ഗൂഷിങ്ങിനെ ആ നിന്ന സ്ഥലത്ത് നിന്ന് ഒത്തിരി ദൂരേക്ക് തെറിപ്പിച്ചു. ഷുവാങ് ടെങ് പാർട്ടി നടത്താൻ വേണ്ടി അവിടെ മേശകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണ്. അതിൽ ഒരു ടേബിളിലേക്കാണ് ഗൂഷിങ് വന്ന് വീണത്. ആ ടേബിളും ഗൂഷിങ്ങും എല്ലാം കൂടി താഴേക്ക് മറിഞ്ഞു വീഴുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ ഗൂഷിങ്ങിന്റെ തൊട്ടടുത്തെത്തി. മാർക്ക് ഫെല്ലർ ഗൂഷിങ്ങിനെ തറയുന്ന വലിച്ചു പൊക്കിയെടുത്തിട്ട് വയറ്റിലേക്ക് തുരുതുര 3-4 ഇടി. ഗൂഷിങ്ങിന് മാർക്കിനെ തിരിച്ച് ആക്രമിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിനുവേണ്ടി തയ്യാറെടുക്കാനുള്ള സമയം പോലും അവന് കിട്ടും മുമ്പ് മാർക്ക് ഫെല്ലർ തുരുതുര അവന്റെ വയറ്റിലേക്ക് ഇടിക്കുകയായിരുന്നു. ടൺ കണക്കിന് ഭാരമുള്ള കൂടം കൊണ്ട് എവിടെയെങ്കിലും നമ്മൾ ആഞ്ഞടിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ശബ്ദം ആ നിമിഷത്തിൽ ഗൂഷിങ്ങിന്റെ ബോഡിയിൽ നിന്ന് പുറത്തു വരികയാണ്. ശബ്ദം സ്വാഭാവികമായിട്ടും ആ എൻറ്റയർ ഓഡിയൻസിനെ അവിടേക്ക് എത്തിച്ചു എന്ന് പറയാം. സകലരും അമ്പരപ്പോട് നോക്കിയാണ്. സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് വന്ന ഗൂഷിങ് ഇതാ മാർക്ക് ഫെല്ലറുടെ കൈയാൽ ഇടി കൊണ്ട് ചാവാറാവുകയാണ്. തുരുതുര വയറിൽ ഇടിയേറ്റ ഗൂഷിങ് ഏതാണ്ട് വളഞ്ഞു നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലർ അവരെ തല പിടിച്ചൊന്ന് താഴ്ത്തിയിട്ട് മുതുകിലേക്ക് കൈ കൊണ്ടുവന്ന് ഒരൊറ്റ ഇടി. ടൺ കണക്കിന് ഭാരമുള്ള ഒരു കൂടം കൊണ്ട് ഒരാൾ മുതുകിൽ ഇടിച്ചാൽ എന്ത് സംഭവിക്കുമോ അതുപോലെ തന്നെ ഗൂഷിങ്ങിന്റെ മുതുകിൽ സംഭവിക്കുകയാണ്. ആ മുതുക് ഒന്ന് വളഞ്ഞു. ഗൂഷിങ് ഇപ്പൊ ഏതാണ്ട് റാ പോലെ നിൽക്കുകയാണ്. അവനൊരു ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റ് ആണ്. പക്ഷെ അവന് തിരിച്ചടിക്കാൻ കഴിയും മുമ്പ് ഇതൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. റാ പോലെ വളഞ്ഞു നിൽക്കുന്ന ഗൂഷിങ്ങിന്റെ മുതുകിൽ മാർക്ക് ഫെല്ലർ ഇടത് കൈകൊണ്ട് വീണ്ടും ഒരു ഒറ്റ ഇടി. ആ ഇടിയേറ്റതും ഗൂഷിങ് ഒന്നുകൂടി ഒന്ന് വളഞ്ഞു. മാർക്കിന്റെ ബോഡിയിലേക്ക് ഗൂഷിങ് ഏതാണ്ട് വളഞ്ഞു നിൽക്കുകയാണ്. ആ സമയത്ത് മാർക്ക് 2 കൈമുട്ടുകൊണ്ടും അവന്റെ മുതുകിൽ ആഞ്ഞിടി തുടങ്ങി. ശരിക്കും അമ്പരപ്പിക്കുന്ന ആ രംഗം കണ്ടതും വാൻ ഗസ്മാൻ കൂടുതലുള്ളവർ പറഞ്ഞു, ഗൂഷിങ്ങിനെ രക്ഷിക്കേ. കേൾക്കേണ്ട താമസം ആ 4 ഹാഫ് മാർഷൽ സെയിന്റുകളും മാർക്ക് ഫെല്ലർക്ക് നേരെ കുതിച്ചെത്തി. മാർക്കിന് നേരെ കുതിച്ചെത്തിയ ആ ഹാഫ് മാർഷൽ സെയിന്റുകൾ മാർക്കിന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന കണ്ടതും മാർക്ക് ഗൂഷിങ്ങിനെ കൊണ്ടൊന്ന് തിരിഞ്ഞിട്ട് വലത് കൈകൊണ്ട് ഒരു ഒറ്റ ഇടി. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗത്തിലാണ് മാർക്ക് തിരിഞ്ഞതും ഇടിച്ചതും. ആ ഇടിയെ ആ 4 സംഘത്തിൽ ഏറ്റവും മുന്നിൽ വന്ന ആളുടെ പുറത്ത് പതിച്ചതും പുറകിലുള്ള ഹാഫ് മാർഷൽ സെയിന്റുകളെല്ലാം കൂടി ശരിക്കും ആ ഹാളിൽ അനവധി ടേബിളുകളുടെ മുകളിൽ കൂടി അങ്ങനെ പറന്നു പോവുകയാണ്. ഹാഫ് മാർഷൽ സെയിന്റുകൾ മാർക്ക് ഫെല്ലർക്ക് ഒരു വിഷയവുമല്ല എന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. ഒരേ ഹാഫ് മാർഷൽ സെയിന്റ് വിചാരിച്ചാലും മാർക്കിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പകൽ പോലെ വ്യക്തമാക്കിയ ഒരു രംഗം. ഈ കാഴ്ച കണ്ട യാവോമൻ എമിലി ബ്ലാക്കിനോട് പറഞ്ഞു,
എമിലി പ്ലീസ് ഒന്ന് ഇടപെട്, ഇനി മാർക്ക് ഗൂഷിങ്ങിനെ കൊല്ലും. അത് കേട്ടതും എമിലി ബ്ലാക്ക് ഓടി മാർക്കിന്റെ അടുത്തേക്ക് വന്നു. മാർക്ക് സ്റ്റോപ്പ്. തൊട്ട് അടുത്ത് നിന്ന് എമിലി ബ്ലാക്കിന്റെ ശബ്ദം കേട്ടതും ഗൂഷിങ്ങിന്റെ പുറത്തേക്ക് വീണ്ടും തുരുതുരായി ഇടിച്ചുകൊണ്ടിരുന്ന മാർക്കിന്റെ കൈ ശരിക്കും അന്തരീക്ഷത്തിൽ അങ്ങ് സ്റ്റോപ്പായി. മാർക്ക് ഇടത് കൈകൊണ്ട് ഗൂഷിങ്ങിനെ ഒന്ന് പിടിച്ചിട്ട് ആ വാതിൽ നേരെ ഒരൊറ്റയേറി. ശരിക്കും ഒരു സ്ലോ മോഷൻ രംഗത്ത് നമ്മൾ കാണുന്ന കാഴ്ച പോലെ ആ ബോഡി അങ്ങനെ പൊങ്ങി ഉയർന്ന് ടേബിളുകളുടെ മുകളിൽ കൂടി ആ വാതിലിന്റെ ഭാഗത്ത് വന്ന് വീണു. ആ കാഴ്ച കണ്ട വാൻ ഗസ്മാൻ ഓടി ഗൂഷിങ്ങിന്റെ അടുത്തേക്ക് ചെന്നു. ഈ സമയത്ത് നേരത്തെ ടേബിളുകൾ മുകളിൽ കൂടി തെറിച്ചു വീണിരുന്ന ആ ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റുകൾ എണീറ്റ് കഴിഞ്ഞിരുന്നു. അവരോടായി ഗസ്മാൻ പറഞ്ഞു, ബാബാ പിടിക്ക്. ആ 4 സംഘം ഒരു പരുവത്തിൽ എണീറ്റ് വാൻ ഗസ്മാന്റെ അടുത്തെത്തി ഗൂഷിങ്ങിനെ പിടിച്ചു പോക്കി. അങ്ങനെ ഗൂഷിങ്ങിനെ വാൻ ഗസ്മാൻ പിടിച്ചു പൊക്കുമ്പോൾ മാർക്ക് ഫെല്ലർ വാൻ ഗസ്മാനെയും കൂടുള്ള ആളുകളെയും ഒന്ന് വിരൽ ചൂണ്ടിയിട്ട് അവരോടായി പറഞ്ഞു, ഞാൻ നിങ്ങളെ മറക്കില്ല. അതിന്റെ അർത്ഥം ശരിക്കും വ്യക്തമാണ്. മാർക്ക് ഫെല്ലർ അവരുടെ വിധി തീരുമാനിച്ചു കഴിഞ്ഞു. ആ വിധി എന്തായിരിക്കുമെന്ന് സ്വാഭാവികമായിട്ടും വാൻ ഗസ്മാൻ അറിയാം. വാൻ ഗസ്മാൻ ഒന്നും മിണ്ടാതെ ഗൂഷിങ്ങിനെ താങ്ങിയെടുത്ത് പുറത്തേക്ക് നടന്നു. ആ സംഘങ്ങൾ മുഴുവൻ പോയി കഴിഞ്ഞതും മാർക്ക് ഫെല്ലർ എമിലിക്ക് നേരെ തിരിഞ്ഞു. വാതിലിന് നേരെ നോക്കി നിൽക്കുന്ന മാർക്ക് ഫെല്ലർ തിരിഞ്ഞ് വലത് ഭാഗത്തുള്ള എമിലി ബ്ലാക്കിനെ നോക്കുമ്പോൾ മാർക്കിന്റെ മുഖം അതിനനുസരിച്ച് മാറുന്നുണ്ട്. ദേഷ്യം കൊണ്ട് വാൻ ഗസ്മാനോട് സംസാരിക്കുമ്പോൾ മാർക്കിന്റെ മുഖത്ത് കണ്ട ഭാവമല്ല എമിലിക്ക് നേരെ തിരിഞ്ഞപ്പോൾ മാർക്കിന്റെ മുഖത്തുള്ളത്. ശരിക്കും രാവും പകലും പോലെ ആ ഭാവത്തിന് മാറ്റമുണ്ട്. എമിലിയെ നോക്കി ചിരിച്ചുകൊണ്ട് മാർക്ക് പറഞ്ഞു, സോറി എമിലി, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. മാർക്ക് അങ്ങനെ പറഞ്ഞതും എമിലി മാർക്കിന്റെ ഷോൾഡറിലും തട്ടി. ഹേയ് മാർക്ക്, എനിക്കറിയാം, എനിക്ക് വേണ്ടിയാ മാർക്ക് ഇത് ചെയ്തതെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് അവൾ മാർക്കിന്റെ കൈ പിടിച്ച് നേരത്തെ അവരിരുന്ന അതേ സീറ്റിൽ വന്നിരുന്നു. അവർക്ക് മുന്നിലായി ഒരു ടേബിളും ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ ഉണ്ട്. രണ്ടുപേരും കസേരയിൽ ഉപവിഷ്ടായതും എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ശരിക്കും ബോൾഡ് ആയിരിക്കുകയാണ്. ശരിക്കും നിനക്ക് വല്ലാത്ത ധൈര്യം വന്നിട്ടുണ്ട്. എമിലി ബ്ലാക്ക് ഗൂഷിങ്ങിനെ ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ വെച്ച് അനവധി തവണ കണ്ടിട്ടുണ്ട്. അവനൊരു ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റ് ആണെന്നുള്ള കാര്യം എമിലിക്ക് അറിയുകയും ചെയ്യാം. ഗൂഷിങ്ങിനൊപ്പം ഇവിടെ ഈ പാർട്ടിയിൽ പങ്കെടുക്കാനായി കൂടെ എത്തിയ ആളുകളും ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റുകളാണെന്നും എമിലിക്ക് അറിയാം. മാർക്കിനിപ്പോ ഈ ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റുകൾ ഒരു വിഷയവുമല്ല എന്ന ആ സത്യം എമിലിക്ക് ഉണ്ടാക്കിയ സന്തോഷത്തിന് അതിരുകൾ ഇല്ല എന്ന് തന്നെ പറയാം. എമിലിയും മാർക്ക് ഫെല്ലറും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലേക്ക് കടന്നപ്പോൾ ആ മീറ്റിംഗിൽ പങ്കെടുക്കായിരുന്ന ആളുകൾ ഒന്നൊന്നായി ഒഴിഞ്ഞു തുടങ്ങി. നേരത്തെ ഉണ്ടായ ആ തല്ല് ആ പാർട്ടിയുടെ ശോഭ കെടുത്തിയതാണ്. ആളുകളൊക്കെ പോയി തുടങ്ങുമ്പോൾ മാർക്ക് ഫെല്ലറെയും എമിലിയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ ഇരുട്ടത്ത് പതുങ്ങി നിൽക്കുകയായിരുന്ന ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റുകൾ പരസ്പരം ഒരു വാചകം പറഞ്ഞു, ഏയ്, നമ്മൾ വിചാരിച്ചാൽ മാർക്കിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ നിന്നാൽ മാർക്ക് നമ്മളെ കൊല്ലും. അവരുടെ കണ്ണുകൊണ്ട് ആ കാഴ്ച കണ്ടതാണ്. ഗൂഷിങ്ങിനെയും 4 ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റുകളെയും മാർക്ക് വളരെ നിസ്സാരമായി നേരിടുന്ന കാഴ്ച. ആ ഇരട്ടത്ത് പതുങ്ങി നിൽക്കുന്ന ആളുകളുടെ ലീഡർ എന്ന് പറയുന്ന ആള് ആ വാചകം പറഞ്ഞതും ബാക്കിയുള്ള ആളുകളും അതിനോട് യോജിച്ചു. ആ ലീഡറോട് യോജിച്ച അവർ ആ ലീഡർ പറഞ്ഞനുസരിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങി. മാർക്ക് ഫെല്ലർ പുറത്തിറങ്ങി വരുമ്പോൾ അവരെ കണ്ടാൽ അവരുടെ അന്ത്യം ഉറപ്പാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അവന്മാര് പോയി കഴിഞ്ഞു എന്നുള്ള കാര്യം മാർക്ക് ഫെല്ലർ ഡിവൈൻ സെൻസ് ഒന്ന് റിലീസ് ചെയ്തപ്പോൾ മനസ്സിലാക്കുകയും ചെയ്തു. സകലവന്മാരും സ്ഥലം വിട്ടിരിക്കുന്നു. അങ്ങനെ മാർക്കിന് തോന്നിയപ്പോഴേക്കും ചൂ ഹെഡ് മാർക്കിന്റെ അടുത്തേക്ക് വന്നു. ചൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ബി കെയർഫുൾ. ഇനി അധിക ദിവസങ്ങളില്ല ന്യൂ ഇയറിന്. ന്യൂ ഇയറിൽ മാർഷൽ സെയിന്റ് രംഗത്ത് വരും എന്നുള്ള കാര്യം മാർക്കിന് അറിയാമല്ലോ. അങ്ങനെ വന്നാൽ മാർക്കിനെ എതിരിടാനായി ജിന്ദു മാർഷൽ അസോസിയേഷനും ഈ വാൻ ഗസ്മാനും ഒക്കെ അവരുടെ കൈവശമുള്ള മാർഷൽ സെയിന്റുകളെ രംഗത്തിറക്കും. ചൂഹയുടെ കാര്യങ്ങൾ ശരിക്കും വിശദീകരിച്ച് അങ്ങനെ സംസാരിച്ചതും മാർക്ക് ചൂ ഹെഡിനോട് പറഞ്ഞു, എനിക്കറിയാമത്. പെട്ടെന്ന് ചാവുമിങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ബി കെയർഫുൾ. മാർക്ക്, നീ ഒരു കാരണവശാലും അവന്മാരുടെ മുന്നിൽ ചെന്ന് പെടരുത്. നീ എമിലിയെ കൊണ്ട് എവിടെയെങ്കിലും ഒളിക്കണം. ചാവുമിങ് പറഞ്ഞ അതേ വാചകം തന്നെ
ഷുവാങ് ടെങ്ങും പറഞ്ഞു, അതേ മാർക്ക്, നീ എമിലിയും കൊണ്ട് എവിടെയെങ്കിലും ഒളിക്കണം. ഒരു കാരണവശാലും ഒമർക്ക് പിടികൊടുക്കരുത്. വാൻ ഗസ്മാൻ യാവോ മെങ്ങിന്റെ ഒരു സുഹൃത്തായിരുന്നു. ആ വാൻ ഗസ്മാൻ യാവോയുടെ പരിചയം ഉണ്ടാക്കിയത് യാവോക്ക് എമിലിയുമായി ബന്ധമുള്ളത് കൊണ്ടാണെന്ന് ഇപ്പോ യാവോക്ക് നന്നായിട്ട് അറിയാം. യാവോയെ യഥാർത്ഥത്തിൽ വാൻ ഗസ്മാൻ പറ്റിച്ചതാണെന്ന് വ്യക്തമായതോടുകൂടി അവർക്ക് വാൻ ഗസ്മാനുള്ള ദേഷ്യം വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും എമിലി ബ്ലാക്കും മാർക്ക് ഫെല്ലറും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനോ വാൻ ഗസ്മാനോ അതുപോലുള്ള ആളുകൾക്കോ പിടികൊടുക്കരുതെന്നുള്ള ആ കൂട്ടുകാരുടെ അഭിപ്രായം കേട്ടപ്പോൾ കുറച്ച് ആളുകളെങ്കിലും തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും തങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ഉണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം എമിലി ബ്ലാക്കും മാർക്ക് ഫെല്ലറും ഒരുപോലെ തിരിച്ചറിയുകയാണ്. അവരോട് യാത്ര പറഞ്ഞ് മാർക്കും എമിലിയും തിരിച്ച് ബ്ലാക്ക് കുടുംബത്തിലെത്തി. ബ്ലാക്ക് കുടുംബത്തിൽ എത്തിയപ്പോൾ തന്നെ മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി, നമുക്ക് ഈ രാത്രി കൂടിയേ ഇവിടെ തങ്ങാൻ പറ്റൂ. നമ്മൾ ഇനിയും ഇവിടെ തങ്ങിയാൽ അപകടം ഉറപ്പാണ്. മാർക്ക് പറഞ്ഞു, നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത്, ഞാൻ കൂടെ ഉണ്ട്. പിറ്റേന്ന് രാവിലെ മാർക്ക് ഫെല്ലർ ബ്ലാക്ക് കുടുംബത്തിൽ നിന്ന് ഒരു കാറിൽ എമിലിയും കൊണ്ട് പുറത്തേക്കിറങ്ങി. ന്യൂ സെലസിലെ അനവധി ഊടുവഴികളിലൂടെ ഓടിയ ആ കാറ് സാവധാനം ഹൈവേയിലേക്ക് കടന്നു. സിറ്റിയൊക്കെ കാണാൻ പോകുന്ന ശൈലിയിലാണ് യഥാർത്ഥത്തിൽ മാർക്ക് എമിലിയും കൊണ്ട് ആ ടൗണിലൂടെയൊക്കെ ഒന്ന് കറങ്ങിയത്. അതിനിടയിൽ തിരക്ക് കൂടിയപ്പോൾ മാർക്ക് സിറ്റിയിലേക്ക് കടന്നതാണ്. അവരുടെ കാറ് അവസാനം എത്തിച്ചേർന്നത് കാൻ സിറ്റിയിലാണ്. കാൻ സിറ്റിയിലെ ഗ്രീൻ മൂൺ വില്ലയിലേക്കാണ് മാർക്ക് ഫെല്ലർ എമിലിയുമായി എത്തിയത്. ഷെന്നിയാനിക്കിന്റെ ഭാഗത്തേക്ക് പോവാതെ മാർക്ക് എമിലിയുമായി നേരെ ആ സ്പിരിച്വൽ സ്പ്രിംഗ് ഉള്ള ഭാഗത്തെത്തി. അവിടെ മാർക്ക് എമിലിയുമായി എത്തുമ്പോൾ വിവിയൻ വിൽസൺ അയാളുടെ കയ്യിലുള്ള ആ സീക്രട്ട് കീകൾ ഉപയോഗിച്ച് ആ മിസ്റ്റിക് വേൾഡ് തുറക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ എത്തിയതും മാർക്ക് വിവിയനോട് ചോദിച്ചു, വിവിയൻ എന്തായി? മാർക്ക്, ഇനിയും സമയമെടുക്കും. വിവിയൻ, എന്നാൽ ഇനി എത്ര സമയമെടുക്കും? മാർക്ക്, ഇനിയും ഏകദേശം 2 ദിവസം കൂടി വേണ്ടിവരും. അവന്റെ കൈവശമുള്ള ആ സീക്രട്ട് കീകളിൽ ഏതെങ്കിലും ഒന്നാകും ആ മിസ്റ്റിക് വേൾഡിന്റെ കീ എന്നുള്ള വിശ്വാസത്തിലാണ് വിവിയൻ ആ കീകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ കയ്യിലുള്ള കീകൾ തീരാൻ ഇനി പരമാവധി 2 ദിവസം കൂടി മതി. അത് കണക്ക് കൂട്ടിക്കൊണ്ടാണ് വിവിയൻ അക്കാര്യം മാർക്കിനോട് പറഞ്ഞത്. അങ്ങനെ വിവിയൻ മാർക്കിനോട് പറഞ്ഞപ്പോഴാണ് വിവിയന്റെ ശ്രദ്ധ സാക്ഷാൽ എമിലി ബ്ലാക്കിൽ പതിയുന്നത്. മിസ് ബ്ലാക്ക്, നിങ്ങൾ എത്ര സുന്ദരിയായിരിക്കുന്നു. അങ്ങനെ വിവിയൻ പറഞ്ഞപ്പോ എമിലി ഒന്ന് ചിരിച്ചു. മിസ് ബ്ലാക്ക്, ഞാൻ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കുന്നത് ചെയ്യരുത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് സത്യത്തിൽ നിങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എമിലിക്ക് അക്കാര്യം അറിയാം. കോളേജിൽ പഠിക്കുന്ന സമയത്ത് മിക്കവാറും എല്ലാ ചെറുപ്പക്കാർക്കും എമിലിയെ വലിയ ഇഷ്ടമായിരുന്നു. എമിലിയെ പ്രണയിക്കാത്ത ചെറുപ്പക്കാരും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞാൽ അതാണ് ശരി. അതുകൊണ്ട് തന്നെ വിവിയൻ പറഞ്ഞ ആ വാചകത്തിൽ അതിശയോക്തി ഇല്ല എന്ന് എമിലിക്ക് അറിയാം. എമിലി ചിരിക്കുന്ന കണ്ടതും വിവിയൻ മാർക്കിനെയും എമിലിയെ നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് സീക്രട്ട് കീ കണ്ടുപിടിക്കും. അങ്ങനെ പറഞ്ഞിട്ട് മാർക്കിനെ എമിലിയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവൻ വീണ്ടും ആ കീയുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റിയിലേക്ക് കടന്നു. അവൻ ഓരോ കീയും എടുത്ത് ഒരു പ്രത്യേക ദിശയിലേക്ക് ചേർത്ത് വെക്കും. അതിൽ നിന്ന് പ്രകാശം ഒന്നും വരുന്നില്ല എന്ന് കാണുന്നതും ആ കീ അവൻ തിരിച്ചു വെക്കും. വീണ്ടും അടുത്ത കീ എടുക്കും. അങ്ങനെ ആ പ്രക്രിയ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ടതും മാർക്ക് ഫെല്ലർ എമിലിയും വിളിച്ച് അല്പം മാറിയിരുന്നു. അവർക്ക് വിവിയനെ കാണാം. അവർ രണ്ടുപേരും വിവിയന്റെ ആക്ടിവിറ്റീസ് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച ആകാശത്ത് മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിമനോഹരമായ കുറെ കളർ ആകാശത്ത് അപ്രതീക്ഷിതമായി ഇവിടെ നിന്നോ കടന്നു വരികയാണ്. ആ സമയത്ത് ആ ശൈലിയിൽ ആകാശത്ത് കളർ വരാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ള കാര്യം മാർക്കിന് അറിയാം. ആ കളർ മാർക്കിന്റെ മാത്രമല്ല എമിലിയുടെയും വിവിയന്റെയും ഒക്കെ ശ്രദ്ധ പിടിച്ചു പറ്റി. അവർ മൂവരും കൗതുകത്തോടെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആ നിറമുള്ള മേഘങ്ങൾ പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമായി. അതിനു പകരം അവിടെ ആ പകൽ അനവധി കാർമേഘങ്ങൾ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു. നല്ല കറുപ്പ് നിറത്തിലുള്ള മേഘങ്ങളുടെ ഒരു കൂമ്പാരം ആകാശത്ത് അങ്ങനെ കണ്ടതും മാർക്കിന് എന്തോ ഒരു അസ്വസ്ഥ ഫീൽ ചെയ്തു തുടങ്ങി. മാർക്ക് ശരിക്കും അസ്വസ്ഥതയോടെ വല്ലാത്തൊരു വികാര വിക്ഷുബ്ധതയോടെ ആ മേഘങ്ങളിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ മാർക്ക് ആ കാഴ്ച കണ്ടു. ആ മേഘങ്ങളിൽ നിന്ന് അതിശക്തമായ മിന്നൽ താഴോട്ട് പാഞ്ഞു പോകുന്നതാണ് മാർക്ക് ഫെല്ലർ കണ്ടത്. ശക്തമായ മിന്നൽ. ആ മിന്നൽ കണ്ട് അല്പസമയം കഴിഞ്ഞപ്പോൾ ചെവി തുളയ്ക്കുന്ന ശബ്ദവും കേട്ടു. ഹെവൻലി ട്രിബുലേഷൻ ആരംഭിച്ചിരിക്കുന്നു. തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരു സാധ്യതയും
അത്തരം മേഘങ്ങൾക്കില്ലാതിരുന്ന ഒരു അന്തരീക്ഷത്തിൽ പെട്ടെന്ന് ആ കറുത്ത മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുക, ഇടി ഉണ്ടാവുക, മിന്നലുണ്ടാവുക, അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, എന്തോ സംഭവിക്കാൻ പോകുന്നു. നേരത്തെ മാർക്ക് ഫെല്ലർ ഗ്രാൻഡ് മാസ്റ്റർ ആകാൻ ശ്രമിച്ചപ്പോഴും മാർക്യൂസ് ആകാൻ ശ്രമിച്ചപ്പോഴും ഇതുപോലെ ആകാശത്ത് കാർമേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടതും ഇടിമിന്നൽ ഉണ്ടായതും മാർക്കിന് അറിയാം. ഇത് വീണ്ടും മാർക്ക് ആ കാഴ്ച കാണുകയാണ്. ആ കറുത്ത മേഘങ്ങളിൽ നിന്ന് മിന്നൽ തുടർച്ചയായി താഴേക്ക് വീഴുന്ന കണ്ടതും വിവിയൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, മാർഷൽ സെയിന്റ് ജനിക്കുകയാണ്. എന്താണോ സംഭവിക്കാൻ പാടില്ല എന്ന് മാർക്ക് കരുതിയത് അതിതാ സംഭവിക്കാൻ പോവുകയാണ്. ഒരു മാർഷൽ സെയിന്റ് എവിടെയോ ജനിക്കുകയാണ്. വിവിയൻ പറഞ്ഞ വാർത്ത മാർക്കിനെയും എമിലിയും ഒരുപോലെ ഞെട്ടിച്ചിട്ടുണ്ട്. അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഞെട്ടൽ കൃത്യമായും വായിച്ചെറിഞ്ഞ വിവിയൻ അവരോട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ സ്പീഡപ്പ് ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ട് വിവിയൻ വീണ്ടും അവന്റെ ജോലിയിലേക്ക് കടന്നു. ഈ സമയത്ത് അങ്ങ് സൗത്ത് വെസ്റ്റിൽ ഒരു വനപ്രദേശത്ത് ഒരു മനുഷ്യൻ ആ കാഴ്ച കാണുന്നുണ്ട്. അത് സാക്ഷാൽ ജിയാങ് ഹിയാണ്. ആ കാഴ്ച കണ്ട ജിയാങ് ഹി പുഞ്ചിരിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ നോക്കി ഉറക്കെ പറയുകയാണ്, അവസാനം അത് സംഭവിച്ചു. ഒരു മാർഷൽ സെയിന്റ് ജനനം കാണാൻ തനിക്ക് കഴിയില്ല എന്നാണ് യഥാർത്ഥത്തിൽ ജിയാങ് ഹി കരുതിയിരുന്നത്. ഇപ്പൊ ഇതാ അയാൾ ആ കാഴ്ച കാണുകയാണ്. അയാളുടെ കാലഘട്ടത്തിൽ തന്നെ ഇതാ ഏതോ ഒരു മനുഷ്യൻ മാർഷൽ സെയിന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷന്റെ ആ ദ്വീപിന് സമീപത്തുള്ള ഒരു അജ്ഞാത ദ്വീപിൽ നമുക്ക് ഇപ്പൊ ആ മനുഷ്യനെ കാണാം. സ്കൈ ബ്ലഡ് റെയിൻബോ എന്ന് നമ്മൾ വിളിച്ച ആ പേരുകാരൻ ഇതാ ആ ദ്വീപിൽ അന്തരീക്ഷത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവന്റെ മുഖത്തും ഒരു പുഞ്ചിരിയുണ്ട്. അങ്ങനെ വീണ്ടും മാർഷൽ സെയിന്റ് ജനിക്കുകയാണ്. അവൻ ആ വാചകം പറയുമ്പോൾ അങ്ങ് അകലെ ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിയനിൽ സാക്ഷാൽ പൗലിയ മാസ്റ്റർ വല്ലാതെ വികാര വിക്ഷുബ്ധതയോടുകൂടി ആ ആകാശത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവർക്കും മനസ്സിലായിട്ടുണ്ട് ഒരു മാർഷൽ സെയിന്റ് ജനിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം. പക്ഷെ അതേ സമയത്ത് അവരുടെ ഉള്ളിൽ വല്ലാതെ ഭയം ഉണ്ടാവുകയാണ്. മാർഷൽ സെയിന്റ് ജനിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാർക്ക് ഫെല്ലറെയും എമിലി ബ്ലാക്കിനെയും തേടി ഇറങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇനി മാർഷൽ സെയിന്റും ഉണ്ടാകുമെന്നാണ്. മാർക്ക്, നീ ഒളിച്ചോ? ആ ഒരു ചോദ്യം മാത്രമാണ് ആ സമയത്ത് പൗലിയ മാസ്റ്റർക്ക് ആകെ വായിൽ വരുന്നത്. അവരാരോടൊന്നില്ലാതെ ആ ചോദ്യം ചോദിച്ചു പോവുകയാണ്. അവര് വല്ലാതെ പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഇതേ അന്തരീക്ഷത്തിലെ മാറ്റം ന്യൂസ് തലസിൽ ലാരി ഹോംസും കണ്ടു. അവസാനം മാർഷൽ സെയിന്റ് ജനിച്ചിരിക്കുകയാണ്. ലാരി ഹോംസ് അങ്ങനെ പറയുമ്പോൾ അയാളുടെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നി മറയുകയാണ്. ലാരി ഹോംസും ജിയാങ് ഹിയും പൈറോയിലെ നമ്പർ 1 മാർഷൽ ആർട്ടിസ്റ്റുകളായി കുറെ കാലങ്ങളായിട്ടുമുണ്ട്. ഇത് അവരെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ആരോ മാർഷൽ സെയിന്റ് ആയിരിക്കുന്നു. ആ യാഥാർത്ഥ്യം ലാരി ഹോംസിന് നന്നായി മനസ്സിലാകുന്നുണ്ട്. ഈ സമയത്ത് സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് ഒരു മനുഷ്യൻ ഓടി വരികയാണ്. ഓടി വരുന്നത് ലോങ് മിയാണ്. ഗൂഷിങ്ങിനൊപ്പം നമ്മൾ തുടക്കത്തിൽ കണ്ട ആ മനുഷ്യൻ. അയാൾ ഓടിയെത്തുന്നത് ഗു ഷീഷന്റെ മുറിയിലേക്കാണ്. ഗു ഷീഷൻ തന്റെ മുറിയിൽ ബെഡിൽ കിടക്കുന്ന ഗു ഷിങ്ങിനെ തന്നെ നിർനിമിഷനായി നോക്കി നിൽക്കുമ്പോഴാണ് അവിടേക്ക് ലോങ് മി ഓടിയെത്തുന്നത്. ഗൂഷിങ് ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. ഗൂഷിങ്ങിനെ നോക്കിക്കൊണ്ട് ഗു ഷീഷൻ പറഞ്ഞു, ഏയ് ഷീഷൻ, ഒരു തവണ നീ തോറ്റതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ അതേ വ്യക്തിയോട് നീ രണ്ടാമതും തോറ്റത് എനിക്കങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. മാർക്ക് ഫെല്ലർ ഗു ഷീഷിങ്ങിനേക്കാൾ ശക്തനാണെന്നുള്ള യാഥാർത്ഥ്യം ഗു ഷീഷിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും മാർക്ക് ഫെല്ലറോട് ഏറ്റുമുട്ടാൻ പാടുള്ളതല്ല. അത് കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഗു ഷിങ്ങിന് മനസ്സിലാക്കേണ്ടതാണ്. ഷീഷങ്ങിനോട് ഗു ഷീഷൻ അത് പറഞ്ഞതും ഷീഷങ് അവന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛ, ഞാൻ കരുതിയില്ല അവൻ ഇത്ര ശക്തനാണെന്ന്. അച്ഛ, അവനെ കൊല്ലണോ അച്ഛ? അങ്ങനെ ഗു ഷീഷിങ് പറയുമ്പോഴാണ് ലോങ് മി ആ മുറിക്കകത്തേക്ക് അടക്കുന്നത്. മുറിക്കകത്തേക്ക് കിടന്ന ലോങ് മി ശരിക്കും കിതയ്ക്കുന്നുണ്ട്. അവന്റെ ആ ധൃതി പിടിച്ചുള്ള ഓടിയുള്ള വരവ് കണ്ട ഗു ഷീഷൻ ലോങ് മിയോട് ചോദിച്ചു, ഏയ് എന്താ, എന്തു പറ്റി? മാസ്റ്റർ, അത് സംഭവിച്ചു. ഏയ് ലോങ് മി, നീ പറയുന്നത്? അതെ മാസ്റ്റർ, അത് സംഭവിച്ചു. മാർഷൽ സെയിന്റ് ജനിച്ചു. മാർഷൽ സെയിന്റ് ജനിച്ചു എന്ന് കേട്ടതും ഗു ഷീഷന്റെ മുഖത്ത്
ശരിക്കും 1000 സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചതുപോലുള്ള ഒരു പ്രകാശം ഉണ്ടാവുകയാണ്. അയാൾ എത്രയോ നാളുകളായി കേൾക്കാൻ ആഗ്രഹിച്ചെന്ന ആ കാര്യം ഇതാ കേൾക്കുകയാണ്. ചിരിച്ചുകൊണ്ട് ഗുഷീഷൻ ലോങ് വ്യൂയോട് പറഞ്ഞു, സീസറെ വിളിക്കുക. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും സീസർ അവിടേക്ക് എത്തിയ സീസറോടായി ഗുഷീഷൻ പറഞ്ഞു, ഏയ് സീസർ, നീ അറിഞ്ഞില്ലേ, മിസ്റ്റിക് വേൾഡുകൾക്ക് പുറത്ത് ഒരു മാർഷൽ സെയിന്റ് ജനിച്ചിരിക്കുന്നു. ഗാർഡിയന്റെ നമുക്ക് മുകളിലുള്ള എല്ലാ അധികാരവും അവസാനിച്ചിരിക്കുന്നു. ആ എഗ്രിമെന്റ് ലാപ്സ് ആയിരിക്കുന്നു. സീസർ, ഇനി നമ്മൾ തീരുമാനിക്കും കാര്യങ്ങൾ. ഗുഷീഷൻ പറഞ്ഞ വാചകം കേട്ടതും സീസർക്കും ഭയങ്കര സന്തോഷം. എത്രയോ കാലങ്ങളായി അവരെ ഒരു എഗ്രിമെന്റിൽ ഗാർഡിയൻ കുരുക്കിയിട്ടിരിക്കുകയാണ്. ഗാർഡിയന്റെ എഗ്രിമെന്റ് കൊണ്ട് മാത്രമാണ് അവരെല്ലാവരും മിസ്റ്റിക് വേൾഡിനകത്ത് തളയ്ക്കപ്പെട്ടത്. ഇതാ ആ എഗ്രിമെന്റിന്റെ കാലാവധി തീരുന്നു. സീസർ, വിളിക്കവരെ, എനിക്ക് ആ മാർക്ക് ഫെല്ലറെ തീർക്കണം. അങ്ങനെ സീസറോട് ഗുഷീഷൻ പറയുമ്പോൾ വാൻ കുടുംബത്തിൽ വാൻ ഗസ്വാൻ ആ വാർത്തകൾ അറിഞ്ഞു കഴിഞ്ഞു. ആ വാർത്ത കേട്ടതും വാൻ ഗസ്വാൻ ശരിക്കും ആഹ്ലാദം കൊണ്ട് ഒന്ന് ചാടിപ്പോയി എന്ന് പറയാം. മിസ്റ്റിക് വേൾഡിന് മുകളിലുള്ള സകല നിയന്ത്രണവും ഇത് അവസാനിച്ചിരിക്കുന്നു. അയാളുടെ കീഴിലുള്ള മാർഷൽ സെയിന്റുകളെ അയാൾക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ പറ്റും. അതാണ് ആ വാർത്തയുടെ യഥാർത്ഥ അർത്ഥം. പല സ്ഥലത്തും സന്തോഷവും ആകാംക്ഷയും ഭയവും ഒക്കെ അങ്ങനെ അതിൻ്റെതായ അളവിൽ വിതരണം ചെയ്യപ്പെടുമ്പോൾ കാൻസസ് സിറ്റിയിലെ ആ ഗ്രീൻ മൗണ്ട് വില്ലയിൽ സാക്ഷാൽ വിവിയൻ ആ മിസ്റ്റിക് വേൾഡിന്റെ വാതിൽ തുറന്നു. മിസ്റ്റിക് വേൾഡിന്റെ വാതിൽ വിവിയൻ തുറന്നതും മാർക്ക് ഫെല്ലറും എമിലിയും ഓടി വിവിന്റെ അടുത്തെത്തി. വിവിൻ ശരിക്കും സന്തോഷത്തിലാണ്. മാർക്ക്, ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊണ്ട് പറ്റുമെന്ന്. അത് കേട്ടതും മാർക്ക് വിവിനോട് ആ മിസ്റ്റിക് വേൾഡിന്റെ കീ മാർക്കിനെ പഠിപ്പിക്കാൻ പറഞ്ഞു. വിവിൻ ഏതാനും മിനിറ്റുകൾ കൊണ്ട് ആ കീ പൂർണ്ണമായും മാർക്ക് ഫെല്ലറെ പഠിപ്പിച്ചു. മാർക്ക് ആ കീ ഉപയോഗിച്ച് ആ വാതിൽ അടയ്ക്കുകയും തുറക്കുകയും ചെയ്തു. മാർക്ക് അതിനുശേഷം ആ കീ അതുപോലെ എമിലിയെ പഠിപ്പിച്ചു. അത്രയും കഴിഞ്ഞതിന് ശേഷം മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി, നീ മിസ്റ്റിക് വേൾഡിനകത്ത് കയറിക്കൂ. മാർക്ക് വരുന്നില്ലേ? എമിലി, ഞാൻ വരാം. ഞാൻ പൗരി മാസ്റ്ററെ ഒന്ന് കണ്ടോട്ടെ. പൗരി മാസ്റ്ററെ കൂടി രക്ഷിക്കേണ്ടതുണ്ട്. മാർക്ക് ഫെല്ലർ പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എമിലി ബ്ലാക്കിനും അറിയാം. എമിലിയും മാർക്കിനെയും ശരിക്കും സംരക്ഷിച്ചത് പൗരി മാസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ മാർക്കിനെയും എമിലിയെ കിട്ടിയില്ലെങ്കിൽ പൗരി മാസ്റ്ററെ പലരും നോട്ടമിടും. പൗരി മാസ്റ്ററെ രക്ഷിച്ചേ പറ്റൂ. എമിലി ആ കാര്യം ഉൾക്കൊണ്ടതും മാർക്ക് മിസ്റ്റിക് വേൾഡിന്റെ വാതിൽ തുറന്നു. എമിലി ബ്ലാക്ക് മിസ്റ്റിക് വേൾഡിന്റെ അകത്തേക്ക് കടന്നു. എമിലി മിസ്റ്റിക് വേൾഡിന്റെ അകത്തേക്ക് കടന്നതും മാർക്ക് വിവിയനോട് പറഞ്ഞു, വിവിയൻ, നീ എന്നോടൊപ്പം വാ. മാർക്ക്, ഞാൻ എന്തിനാ വരുന്നേ? വിവിയൻ, ഒരു കാര്യമുണ്ട്, വാ. ഹേയ് മാർക്ക്, ഈ മിസ്റ്റിക് വേൾഡിനെ കുറിച്ച് ഞാൻ മറ്റാരോടെങ്കിലും പറയുമോ എന്നൊരു സംശയം നിനക്കുണ്ട്. അതുകൊണ്ടാ നീ എന്നെ കൂടെ കൂട്ടുന്നത്. വിവിയന്റെ ആ ഡയലോഗിന് മാർക്ക് ഫെല്ലർ മറുപടി ഒന്നും പറഞ്ഞില്ല. അതിന് പകരം മാർക്ക് ഫെല്ലർ ആ മിസ്റ്റിക് വേൾഡ് അങ്ങ് ക്ലോസ് ചെയ്തു. മാർക്ക് വിവിയനുമായി അതിവേഗം ആ ബ്ലാക്ക് കുടുംബത്തിന്റെ കാറിൽ അവിടെ നിന്ന് നേരെ പൗരി മാസ്റ്ററുടെ ക്വിൻറ്റ് സിറ്റിയിലേക്ക് തിരിച്ചു. ശരിക്കും മാർക്ക് ആ കാർ പറപ്പിച്ചു വിടുകയായിരുന്നു എന്ന് പറയാം. മാർക്കിന് എത്രയും പെട്ടെന്ന് പൗരി മാസ്റ്റർ അടുത്ത് എത്തിയേ പറ്റൂ. മിസ്റ്റിക് വേൾഡിന് പുറത്ത് ഒരു മാർഷൽ സെയിന്റ് ജനിച്ചു എന്നുള്ള യാഥാർത്ഥ്യം മാർക്ക് അറിഞ്ഞതുപോലെ മറ്റു പലരും അറിഞ്ഞിട്ടുണ്ടാകും. സ്വാഭാവികമായിട്ടും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനും മറ്റാളുകളും മാർക്കിനെയും എമിലിയും തേടി രംഗത്തിറങ്ങി. അവരാദ്യം തേടിയെത്താൻ സാധ്യതയുള്ളൊരു സ്ഥലം ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിലാണ്. അതുകൊണ്ടാണ് മാർക്ക് ആ വണ്ടിയുടെ മാക്സിമം സ്പീഡിൽ ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിലേക്ക് പറക്കുന്നത്. മാർക്ക് ഫെല്ലർ ഫ്ലൈറ്റോ ട്രെയിനോ പൊതു സംവിധാനങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുന്നതും മനഃപൂർവ്വമാണ്. മാർക്കിനെ ആരും ട്രാക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്രാവശ്യം യാത്രയ്ക്ക് മാർക്ക് കാർ ഉപയോഗിക്കുന്നത്. ഏകദേശം സന്ധ്യ കഴിഞ്ഞപ്പോൾ മാർക്ക് വിവിയനുമായി നേരെ പൗരി മാസ്റ്ററെ അടുത്തെത്തി. വിവിയനെ എങ്ങോട്ടും തിരിയാൻ വിടാതെ വിവിയനെ കൊണ്ട് നടക്കുകയാണ് മാർക്ക്. വിവിയന് മാത്രമാണ് മാർക്കിനും എമിലിക്കും പുറമെ ഇപ്പോ ആ മിസ്റ്റിക് വേൾഡിന്റെ രഹസ്യം അറിയാവുന്നത്, അല്ലെങ്കിൽ ആ മിസ്റ്റിക് വേൾഡിലെ കീ അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ വിവിയനെ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. മാർക്ക് വിവിയനുമായി പൗരി മാസ്റ്റർ അടുത്തെത്തി. പൗരി മാസ്റ്റർ മാർക്കിനെ കണ്ടതും മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ എന്താ ഇവിടെ? പൗരി മാസ്റ്റർ, പ്ലീസ് എന്നോടൊപ്പം വാ. മാർക്ക്, നീ എന്താ ഈ പറയുന്നത്? പൗരി മാസ്റ്റർ, ഞാൻ ഒരു മിസ്റ്റിക് വേൾഡ് റെഡിയാക്കിയിട്ടുണ്ട്, നമുക്ക് അവിടേക്ക് മാറാം. പൗരി മാസ്റ്റർ എന്നെ രക്ഷിച്ചിട്ടുള്ളത് കൊണ്ട് എന്നെ കാണാതെ വന്നാൽ അവർ ഉറപ്പായും പൗരി മാസ്റ്റർ തേടിയെത്തും.
അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ പൗലി മാസ്റ്റർ എനിക്കൊപ്പം വരണം. മാർക്ക് ഫെല്ലർ പറഞ്ഞ കാര്യം കേട്ടതും പൗലി മാസ്റ്റർ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സോറി, ഞാൻ വരുന്നില്ല. പൗലി മാസ്റ്റർ, അങ്ങ് വരാതിരുന്നാൽ? മാർക്ക്, ആളുകൾ തേടി വരുന്നത് നിന്നെയാണ്, എന്നെ അല്ലല്ലോ. പിന്നെ ഞാൻ നിന്നോടൊപ്പം വന്നാൽ ഈ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയന് എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് നിനക്കറിയാമല്ലോ. പൗലി മാസ്റ്റർ ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് മാർക്ക് ഫെല്ലർ ശരിക്കും അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. മാർക്ക് ഫെല്ലറെ എമിലിയൻ തിരക്കി ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയനിലെത്തുന്ന ആളുകൾ അവരോടൊപ്പം പൗലി മാസ്റ്ററെ കാണാതാകുന്നതോടുകൂടി ആ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിനെ ആക്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയനിൽ ഒരുപാട് ആൽക്കമിസ്റ്റുകളും അനവധി വിദ്യാർത്ഥികളുമുണ്ട്. അവരെ മുഴുവൻ വരുന്ന ആളുകൾ കൊല്ലും. ആ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിൻ പോലും പൊളിച്ചു കളയപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ആ കാര്യമാണ് പൗലി മാസ്റ്റർ ഇതാ മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പൗലി മാസ്റ്റർ, ഞാൻ അക്കാര്യം ആലോചിച്ചില്ല. മാർക്ക്, നീ പേടിക്കണ്ട, എന്നെ ആരും ഒന്നും ചെയ്യില്ല, നീ പൊയ്ക്കോ, നീ ഇനി സമയം കളയണ്ട. അങ്ങനെ പൗലി മാസ്റ്റർ പറഞ്ഞിട്ടും മാർക്കിന് പോവാനൊരു മടി. അത് കണ്ടതും പൗലി മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇനി നീ സമയം കളയരുത്, ഇപ്പൊ തന്നെ നിന്നെ തേടി ആളുകൾ ഇറങ്ങിയിട്ടുണ്ടാവും. പൗലി മാസ്റ്റർ മാർക്കിനെ നിർബന്ധിച്ച് കാറിലേക്ക് കയറ്റി. ശരിക്കും മാർക്ക് ഫെല്ലർ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയിൽ നിന്ന് വിവിനും ഒന്നിച്ച് ആ കാറിൽ കയറുന്ന അതേ സമയത്ത് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ നിന്ന് സാക്ഷാൽ വില്യം ബ്ലേക്ക് എന്ന സീസറും 2 മാർഷൽ സെയിന്റുകളും പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ വാൻ ഗസ്മാനും 2 മാർഷൽ സെയിന്റുകളും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഫലത്തിൽ 5 മാർഷൽ സെയിന്റുകളാണ് മാർക്ക് ഫെല്ലറെ തേടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഈ വിവരം അറിയാതെ മാർക്ക് ഫെല്ലർ അതിവേഗം ആ കാറിൽ പായുകയാണ്. മാർക്ക് ആ വണ്ടിയുടെ വേഗത ശരിക്കും ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ അതാണ് സംഭവിക്കുന്നതെന്ന് പറയാം. ആ വണ്ടിക്ക് എത്ര വേഗതയുണ്ടോ അത്രയും വേഗതയിലാണ് മാർക്ക് ക്വിൻഡു സിറ്റിയിൽ നിന്ന് കാൻ സിറ്റിയിലേക്ക് പറക്കുന്നത്. ഈ സമയത്ത് ന്യൂ സെലസ്റ്റിൽ നിന്ന് സാക്ഷാൽ സീസറും ആ മാർഷൽ സെയിന്റുകളും തിരിച്ചിരിക്കുന്നതും കാൻ സിറ്റിയിലേക്കാണ്. അതേ സമയത്ത് ന്യൂ സെലസ്റ്റിൽ നിന്ന് വാൻ ഗസ്മാനും 2 മാർഷൽ സെയിന്റുകളും തിരിച്ചിരിക്കുന്നത് ക്വിൻഡു സിറ്റിയിലേക്കാണ്. ന്യൂ സെലസ് എന്നുള്ള ആ 2 ടീമുകളും അവരുടെ 2 ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ക്വിൻഡു സിറ്റിയിൽ നിന്ന് കാൻ സിറ്റിയിലേക്കുള്ള മാർക്കിന്റെ ആ കാറ് ശരിക്കും പറന്നു വരികയാണ്. മാർക്ക് ഫെല്ലറുടെ കാറ് ഹൈവേയിലൂടെ പറന്ന് രാത്രി ഏകദേശം ഒരു 3-3:30 മണിയായപ്പോൾ കാൻ സിറ്റിയിൽ ഗ്രീൻ മൂൺ വില്ലയുടെ പടിക്കലെത്തി. ഗ്രീൻ മൂൺ വില്ലയിലെ മുഴുവൻ ആളുകളും ആ സമയത്ത് സുഷുപ്തിയിലാണ്. അവരെ ആരെയും ഉണർത്താതെ ആ കാറ് മാർക്ക് ഫെല്ലർ മറ്റ് കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ട് അതിനെ ഒരു കവർ കൊണ്ട് മൂടിയിട്ടു. അനവധി കാറുകൾ അവിടെ കിടക്കുന്നതുകൊണ്ട് ആ കാറ് സാധാരണഗതിയിൽ ആരുടെയും ശ്രദ്ധപ്പെടാനുള്ള സാധ്യതയില്ല. അവിടെ കാറുകൾ പലതും അങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ്. അതിനുശേഷം ശബ്ദമുണ്ടാക്കാതെ വിവിയനും മാർക്കും കൂടി ആ സ്പിരിച്വൽ സ്പ്രിങ്ങിന്റെ ഭാഗത്തേക്ക് വന്നു. അവര് 2 പേരും ആ സ്പിരിച്വൽ സ്പ്രിങ്ങിന്റെ ഭാഗത്ത് എത്തിയ അതേ സമയത്ത് സാക്ഷാൽ സീസറും അയാൾക്കൊപ്പമുള്ള ആ 2 മാർഷൽ സെയിന്റുകളും കാൻ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞു. കാൻ സിറ്റിയിൽ എത്തിയ അവർ എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സിയിൽ ഗ്രീൻ മൂൺ വില്ലയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. കാൻ സിറ്റി എയർപോർട്ടിൽ നിന്ന് അധികം ദൂരത്തൊന്നുമല്ല ഈ ഗ്രീൻ മൂൺ വില്ല. അവരുടെ ടാക്സി ഗ്രീൻ മൂൺ വില്ലയുടെ ഗേറ്റിന് സമീപമെത്തുമ്പോൾ സമയം ഏതാണ്ട് 4 മണി ആകാറായിട്ടുണ്ട്. ഈ സമയത്ത് മാർക്ക് ഫെല്ലറും വിവിയനും ആ മിസ്റ്റിക് വേൾഡിന്റെ വാതിൽക്കൽ എത്തിയതേ ഉള്ളൂ. മിസ്റ്റിക് വേൾഡിന്റെ വാതിലിൽ എത്തിയതും വിവിയൻ സീക്രട്ട് കോർ ഉപയോഗിച്ച് ആ മിസ്റ്റിക് വേൾഡ് തുറന്നു. മിസ്റ്റിക് വേൾഡ് തുറന്ന് ആദ്യം മാർക്ക് ഫെല്ലറും വിവിയനും അകത്ത് കയറി വാതിൽ അടച്ച ആ നിമിഷത്തിലാണ് ഗ്രീൻ മൂൺ വില്ലയുടെ അകത്തേക്ക് കടന്ന മാർഷൽ സെയിന്റുകൾ ഒരാൾ അയാളുടെ ഡിവൈൻ സെൻസ് ഒന്ന് റിലീസ് ചെയ്തു. ആ ഡിവൈൻ സെൻസ് റിലീസ് ചെയ്ത ആ മാർഷൽ സെയിന്റ് അവിടെ എവിടെയെങ്കിലും മാർക്ക് ഫെല്ലറുടെ സാന്നിധ്യമുണ്ടോ എന്നാണ് നോക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ അയാൾക്ക് അവിടെ ഒന്നും കാണാതെ വന്നതും അയാള് തറയിൽ നിന്ന് ഒന്ന് ചാടി ഉയർന്ന് അന്തരീക്ഷത്തിൽ തങ്ങി നിന്ന ആ മാർഷൽ സെയിന്റ് അയാളുടെ ഡിവൈൻ സെൻസ് ഒന്ന് ചുറ്റും ഉപയോഗിക്കുകയാണ്. അവിടെ എവിടെയെങ്കിലും മാർക്ക് ഫെല്ലർ ഉണ്ടോ നോക്കിയപ്പോൾ മാർക്ക് ഫെല്ലറുടെയോ അതുപോലെ എമിലി ബ്ലാക്കിന്റെയോ ഒരു സാന്നിധ്യവും അയാൾക്ക് കിട്ടിയില്ല. അയാൾ അങ്ങനെ ഉയർന്നു നിന്നിട്ട് ഉറക്കെ ഒന്ന് വിളിച്ചു, ആരാണ് ഈ ഗ്രീൻ മൂൺ വില്ലയുടെ സെക്ഷൻ മാസ്റ്റർ? ശരിക്കും രാത്രിയിൽ അന്തരീക്ഷത്തിൽ നിന്ന് അങ്ങനെ ഉറക്കെ ആ
മാർഷൽ സെയിന്റ് വിളിച്ചു ചോദിച്ചതും ആ ഗ്രീൻമോൺ വില്ലയ്ക്കകത്തുള്ള മുഴുവൻ ആളുകളും ഞെട്ടി ഉണരുകയും ചെയ്തു. വല്ലാത്തൊരു മുഴക്കമുള്ള ശബ്ദം അവരുടെയൊക്കെ ചെവിയിൽ വന്ന് അടിക്കുകയായിരുന്നു. ശബ്ദം കേട്ട് ഷെനിയാനയ്ക്ക് ഓടി സ്ക്വയറിന്റെ ഭാഗത്തേക്ക് വന്നു. ആ ഗ്രീൻമോൺ വില്ലയിലെ പല ആളുകളും ശബ്ദം കേട്ട് ആ സ്ക്വയറിന് നേരെ ഓടി വരികയാണ്. സ്ക്വയറിലേക്ക് ഓടിയെത്തിയ ഷെനിയാനയ്ക്ക് ആ രാത്രിയിൽ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയെ കാണുന്നത്. ഒരു മനുഷ്യൻ അന്തരീക്ഷത്തിൽ അങ്ങനെ തങ്ങി നിൽക്കുകയാണ്. താഴെ രണ്ടാളുകളും നിൽപ്പുണ്ട്. ഒരാളിന് അന്തരീക്ഷത്തിൽ അങ്ങ് തങ്ങി നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഷെനിയാനയ്ക്കിന് അറിയാം. അങ്ങനെ നിൽക്കണമെങ്കിൽ അയാളൊരു അൺബിലീവബിളായ കപ്പാസിറ്റിയുള്ള ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആയിരിക്കും. ആ ആള് ഏത് ലെവലിലെ മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്നുള്ള കാര്യം ഷെനിയാനയ്ക്കിന് അറിയത്തുമില്ല. ഷെനിയാനയ്ക്ക് ആ ആഗതരോട് ചോദിച്ചു, എന്താ, ആരാ നിങ്ങൾ, എന്താ വേണ്ടേ? ഏയ്, നീയാണോ ഈ സെക്ഷന്റെ മാസ്റ്റർ? അങ്ങനെ ഷെനിയാനയ്ക്കിനോട് ആ മാർഷൽ സെയിന്റ് ചോദിച്ചതും ഷെനിയാനയ്ക്ക് പറഞ്ഞു, അതെ, ഞാനാണ് എന്ന് ഷെനിയാനയ്ക്ക് പറയേണ്ട താമസം അയാൾ കൈയൊന്നനക്കി. അയാൾ കൈയൊന്നനക്കിയതും തറയുന്ന ഷെനിയാനയ്ക്ക് പൊങ്ങി അയാളുടെ അടുത്തേക്ക് വന്നു. ശരിക്കും അയാൾ അവരെങ്ങ് വലിച്ചെടുക്കുകയായിരുന്നു. ഷെനിയാനയ്ക്ക് പറന്ന് അയാളുടെ അടുത്തേക്ക് വന്നു. അയാൾ ഷെനിയാനയ്ക്കിന്റെ കഴുത്തിലൊന്ന് പിടിച്ചു. ഷെനിയാനയ്ക്കിന്റെ കഴുത്തിലൊന്ന് പിടിച്ചിട്ട് ആ മാർഷൽ സെയിന്റ് അവരോട് ചോദിച്ചു, മാർക്ക് ഫില്ലർ എവിടെ? മാസ്റ്റർ, മാർക്ക് ഫില്ലർ ഇവിടെ ഇല്ല. അതെനിക്ക് മനസ്സിലായി. മാർക്ക് ഫില്ലർ എവിടേക്ക് പോയി എന്നാണ് എന്റെ ചോദ്യം. മാസ്റ്റർ, അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ഷെനിയാനയ്ക്ക് പറഞ്ഞതും അയാൾ ഷെനിയാനയ്ക്കിന്റെ കഴുത്തിലൊന്ന് പിടിച്ചിട്ട് ഷെനിയാനയ്ക്കിന്റെ ഡിവൈൻ സെൻസ് ഒന്ന് വായിക്കാനുള്ള ശ്രമം തുടങ്ങി. ഷെനിയാനയ്ക്കിന്റെ ഡിവൈൻ സെൻസിനെ ബലമായി വായിക്കാൻ ആ മാർഷൽ സെയിന്റിന് പറ്റും. ആ മാർഷൽ സെയിന്റ് ഷെനിയാനയ്ക്കിന്റെ ഡിവൈൻ സെൻസ് വായിച്ചപ്പോൾ അതിനകത്ത് നിന്ന് അയാൾക്ക് കിട്ടിയത് ശരിക്കും രസകരമായ ഒരു വിവരമാണ്. മാർക്ക് ഫെല്ലർ ഗ്രീൻമോൺ വില്ലയിൽ നിന്ന് ന്യൂ സെലസ്റ്റിലെ ജിങ്തൂവിലേക്ക് പോയിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയതും അയാൾ ഷെനിയാനയ്ക്കിനെ കൊണ്ട് താഴേക്ക് വന്നു. അയാൾ ഷെനിയാനയ്ക്കിനെ താഴെ കിട്ടതിന് ശേഷം തിരിഞ്ഞ് സീസറോട് പറഞ്ഞു, സീനിയർ, മാർക്ക് ഇവിടെ ഇല്ല, അവൻ ജിങ്തൂവിലേക്ക് പോയിരിക്കുകയാണ്. സീസറോട് അങ്ങനെ ആ മാർഷൽ സെയിന്റ് പറഞ്ഞതും സീസർക്കൊപ്പമുള്ള രണ്ടാമത്തെ മാർഷൽ സെയിന്റ് സീസറോട് പറഞ്ഞു, സീസർ, നമുക്ക് മാർക്ക് ഇവിടെ ഇല്ലെങ്കിലും മാർക്കുമായി ബന്ധപ്പെട്ട ഇവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം. നമുക്ക് ഇവരങ്ങ് തീർത്താലോ? ഏയ്, അതൊന്നും വേണ്ട. അല്ല സീസർ, നമ്മള് നോക്ക്, ഈ മിഷന്റെ തലവൻ ഞാനാണ്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അനുസരിച്ചാൽ മതി. നമ്മുടെ എതിരാളി മാർക്ക് ഫെല്ലറാണ്. മാർക്കിനെ പിടികൂടുക എന്നുള്ളതല്ലാതെ നിരപരാധികളെ കൊല്ലുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമേ അല്ല. സീസർ അങ്ങനെ തീർത്തു പറഞ്ഞതും ആ രണ്ട് മാർഷൽ സെയിന്റുകൾക്കും മറിച്ച് ഒരു അഭിപ്രായം പറയാൻ പറ്റാത്ത സാഹചര്യമായി. സീസർ അവരുമായി അവിടെ നേരെ ജിങ്തൂലേക്ക് തിരിച്ചു. ന്യൂ സെലസ്റ്റിലെ ജിങ്തു മേഖലയിൽ മാർക്ക് ഫെല്ലർ ഉണ്ടെന്ന് ഷെനിയാനയ്ക്കിന്റെ മനസ്സ് വായിച്ച് മനസ്സിലാക്കിയിരിക്കുകയാണ് ആ സംഘം. ശരിക്കും ഷെനിയാനയ്ക്കിന്റെ മനസ്സിൽ മാർക്ക് ജിങ്തുവിലേക്ക് പോയ സംഭവം വരെയേ ഉള്ളൂ. അതിനുശേഷം മാർക്ക് അവിടുന്ന് തിരിച്ച് ഗ്രീൻമോൺ വില്ലയിൽ വന്നതോ ഗ്രീൻമോൺ വില്ലയിൽ നിന്ന് മാർക്ക് കാൻസസ് സിറ്റിയിലേക്ക് പോയതും അവിടെ നിന്ന് മടങ്ങി വന്നതൊന്നും പറഞ്ഞിട്ടില്ല. കാരണം മാർക്കിനെ ആ സമയത്തൊന്നും അവർ കണ്ടിട്ടേ ഇല്ല. അവരുടെ മനസ്സിൽ പതിഞ്ഞ കാര്യം മാത്രമാണ് അവർക്ക് ഇപ്പോൾ ഓർമ്മയുള്ളത്. ഈ സമയത്ത് മാർക്ക് ഫെല്ലറും വിവിയനും ആ മിസ്റ്റിക് വേൾഡിനകത്തേക്ക് കടന്നിരിക്കുകയാണ്. മിസ്റ്റിക് വേൾഡിനകത്തേക്ക് കിടന്ന മാർക്ക് ഫെല്ലർ ശരിക്കും ഒരു നിമിഷം സ്തംഭിച്ചങ്ങനെ നിന്നു പോവുകയാണ്. ജിങ്തു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിനെ അനുസ്മരിപ്പിക്കുന്ന ശൈലിയിലുള്ള ഒരു കൂറ്റൻ മിസ്റ്റിക് വേൾഡിലാണ് മാർക്ക് കടന്നിരിക്കുന്നത്. പുഴകളും മലകളും മരങ്ങളും കാടുകളൊക്കെ ഉള്ള അതിമനോഹരമായ ഒരു പ്ലേസ്, സ്പിരിച്വൽ എനർജി ഇഷ്ടം പോലെ ഉള്ള ഒരു സ്ഥലം. സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ ബ്ലാക്ക് കുടുംബത്തിന് സ്വന്തമായി ഒരു മിസ്റ്റിക് വേൾഡ് ഉണ്ടെന്നുള്ള കാര്യം സെബാസ്റ്റ്യൻ ബ്ലാക്കിന് അറിയാം. പക്ഷേ അത് എവിടെയാണെന്നുള്ള കാര്യമാണ് ഓൾഡ് മാസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്കിന് അറിഞ്ഞുകൂടാത്തത്. ശരിക്കും ബ്ലാക്ക് കുടുംബത്തിന്റെ സ്വന്തമായിരുന്നു കൺഫ്യൂഷൻസ് സെക്ഷൻ. ആ കൺഫ്യൂഷൻ സെക്ഷൻ അകത്താണ് ആ സ്പിരിച്വൽ സ്പ്രിംഗ് ഉള്ളത്. ആ സ്പിരിച്വൽ സ്പ്രിംഗ് ഈ മിസ്റ്റിക് വേൾഡിൽ നിന്നാണ് ഒഴുകി പുറത്തു വരുന്നത്. കൺഫ്യൂഷൻ സെക്ഷൻ അകത്ത് ഒരു മിസ്റ്റിക് വേൾഡ് ഉള്ള കാര്യം ബ്ലാക്ക് കുടുംബത്തിലെ ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് സെബാസ്റ്റ്യൻ ബ്ലാക്കിനും ആ കാര്യം അറിയാത്തത്. സെബാസ്റ്റ്യൻ ബ്ലാക്കിന് പോലും അറിഞ്ഞുകൂടാത്ത ബ്ലാക്ക് കുടുംബത്തിന്റെ ആ മിസ്റ്റിക് വേൾഡിനകത്താണ് ഇപ്പോ മാർക്ക് ഫെല്ലറും വിവിയനും നിൽക്കുന്നത്. മാർക്ക് അമ്പരപ്പോടെ ചുറ്റും നോക്കുമ്പോൾ വിവിയൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരു പ്രശ്നമുണ്ട്. ഏയ് വിവിയൻ, എന്താ പ്രശ്നം? മാർക്ക്, ഈ മിസ്റ്റിക് വേൾഡിൽ ഒരു ചെറിയ പൊട്ടലുണ്ട്. മിസ്റ്റിക് വേൾഡിൽ പൊട്ടലോ?
അതെ മാർക്ക്, ഈ മിസ്റ്റിക് വേൾഡിലെ പൊട്ടലിലൂടെ പുറത്തേക്ക് വരുന്ന സ്പിരിച്വൽ എനർജിയാണ് ആ മലയിലെ ഉറവയിലൂടെ ഒഴുകി വരുന്ന ആ പുഴയിൽ കലരുന്നത്. അതുകൊണ്ടാണ് ഈ സെക്ഷനകത്ത് ഒഴുകുന്ന നദിയിൽ സ്പിരിച്വൽ എനർജി ഉള്ളത്. മാർക്ക് ഫെല്ലർ നേരത്തെ ആ വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ നിൽക്കുമ്പോൾ ശരിക്കും ശക്തമായ സ്പിരിച്വൽ എനർജി ഫീൽ ചെയ്തിരുന്നു. അങ്ങനെയാണ് മാർക്ക് ആ വെള്ളച്ചാട്ടത്തിന് മുകളിൽ വന്ന് മലയിലെ ആ ഉറവയുടെ ഭാഗം കണ്ടുപിടിച്ചത്. ആ ഉറവ മിസ്റ്റിക് വേൾഡിൽ നിന്ന് വരുന്നതാണെന്നാണ് മാർക്ക് ആ സമയത്ത് വിചാരിച്ചത്. പക്ഷേ ഇതാ വിവിയൻ പറയുന്നു, ഉറവ മലയിൽ നിന്ന് തന്നെ ഉള്ളതാണ്. പക്ഷെ ആ ഉറവയിലേക്ക് ഈ മിസ്റ്റിക് വേൾഡിൽ നിന്നുള്ള ദൂരം വഴി സ്പിരിച്വൽ എനർജി കലരുകയാണ്. ഈ വിവിയൻ, അതുകൊണ്ട് അതിൽ പ്രശ്നമുണ്ടോ? മാർക്ക്, ആ ദൂരം ശരിക്കും പതുക്കെ പതുക്കെ വലുതാവുകയാണ്. അങ്ങനെ വലുതായാൽ ആരെങ്കിലും ഈ മിസ്റ്റിക് വേൾഡ് കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. വിവിയൻ, അപ്പൊ എന്ത് ചെയ്യും? മാർക്ക്, ആ ദൂരം അടയ്ക്കാൻ ശരിക്കും ശക്തരായ ആരെങ്കിലും വേണം. വിവിയൻ, നീ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും മാർഷൽ സെയിന്റ് വിചാരിച്ചാൽ അത് അടയ്ക്കാൻ പറ്റുമെന്നാണോ? ഏയ് മാർക്ക്, അങ്ങനെയല്ല. മാർഷൽ സെയിന്റിനും മുകളിൽ ആൾമൈറ്റി ലെവലിലുള്ള ആരെങ്കിലും വേണം. മാർഷൽ സെയിന്റിന് മുകളിൽ മൈറ്റി ലെവലുകാരും മൈറ്റി ലെവലിന് മുകളിൽ ആൾമൈറ്റി ലെവലുമാണ്. ആൾമൈറ്റി ലെവലിലുള്ള ഒരാൾക്ക് മാത്രമേ ആ ദൂരം അടയ്ക്കാൻ പറ്റൂ. വിവിയൻ കാര്യം വ്യക്തമാക്കിയപ്പോൾ മാർക്കിന് പിന്നെ അതിനകത്തൊന്നും ചെയ്യാനില്ല. എത്രയോ കാലങ്ങൾക്ക് ശേഷം ഒരു മാർഷൽ സെയിന്റ് ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുകയാണ്. അതിനപ്പുറത്ത് ഒരു ശക്തിയെക്കുറിച്ച് ഇപ്പം ആലോചിക്കാനേ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാർക്ക് ആ വിഷയം വിട്ടു. മാർക്ക് തിരിഞ്ഞ് സകലടത്ത് നോക്കിയാണ്. ഈ എമിലി എവിടെ? എമിലി ബ്ലാക്കിനെ അവർ നേരത്തെ അകത്തേക്ക് കയറ്റി വിട്ടതാണ്. എമിലിയെ കാണാതെ വന്നതും മാർക്കും വിവേനും കൂടി ആ മിസ്റ്റിക് വേൾഡിൽ കൂടി അകത്തേക്ക് നടന്നു തുടങ്ങി. വിശാലമായ ആ മിസ്റ്റിക് വേൾഡ് മുന്നോട്ട് നടക്കും തോറും അതിമനോഹരമായ കാഴ്ചകളാണ് അവർക്ക് നൽകുന്നത്. വയലറ്റ് നിറത്തിലും ചുവപ്പ് നിറത്തിലും മഞ്ഞ നിറത്തിലുമുള്ള പൂക്കൾ ഇഷ്ടംപോലെ അവിടെയുണ്ട്. ശരിക്കും അതൊക്കെ ആരോ കൃഷി ചെയ്ത പോലെയാണ് കാണപ്പെടുന്നത്. ആ വയലറ്റ് നിറത്തിലുള്ള ചെടികൾക്കിടയിലൂടെ മാർക്ക് മുന്നോട്ട് നടക്കുമ്പോൾ ദൂരെയായി ഒരു കെട്ടിടം മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഹേയ് വിവിയൻ, അത് കണ്ട? വിവിയനും മാർക്ക് പറഞ്ഞ ആ കാഴ്ച കണ്ടു. മനോഹരമായ ഒരു ബിൽഡിംഗ് അല്പം ദൂരെ ഒരു പുൽമേടിന്റെ മുകൾ ഭാഗത്തായി ആരോ പണി കഴിപ്പിച്ചിട്ടുണ്ട്. സെക്കൻഡ് മിസ്റ്റിക് വേൾഡിനകത്താണെങ്കിൽ ഇഷ്ടംപോലെ കെട്ടിടങ്ങളുണ്ട്. ഇവിടെ ആകെ ആ ഒരു കെട്ടിടമേ ഉള്ളൂ. സെക്കൻഡ് മിസ്റ്റിക് വേൾഡ് പോലെ അല്ല ഇതെന്ന അർത്ഥം. ഇതാരോ സുഖവാസത്തിന് ഉപയോഗിക്കുന്ന ഒരു സ്ഥലം പോലെയാണ്. ആ പുൽമേടിന്റെ മുകളിലുള്ള വീട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് വലത് ഭാഗത്തുള്ള ആ ലേക്ക് കാണാം. മനോഹരമായ ഒരു ചെറിയ തടാകം അവിടെയുണ്ട്. ആ തടാകത്തിലേക്ക് മുകളിലെ മലകളിൽ നിന്ന് നദികൾ ഒഴുകി വന്ന് അവസാനിക്കുന്നുണ്ട്. ചെറിയ ചെറിയ നദികളാണ്. കാഴ്ചയുടെ ഒരു വിസ്മയം തന്നെ അവിടെ തീർക്കപ്പെട്ടിരിക്കുകയാണ്. മാർക്ക് വിവീനമായി നടന്ന് ആ ബിൽഡിങ്ങിൽ എത്തുമ്പോൾ ആ ബിൽഡിംഗ് ശരിക്കും അടിച്ചുവാരി വൃത്തിയാക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എമിലി ബ്ലാക്ക്. താമസിക്കാനുള്ള ഒരു ബിൽഡിംഗ് അതിനകത്ത് ഉണ്ടെന്ന് കണ്ടതും എമിലി അത് വൃത്തിയാക്കി തുടങ്ങിയാണ്. മാർക്കിനെ കണ്ടതും എമിലി മാർക്കിനോട് ചോദിച്ചു, പൗരി മാസ്റ്റർ എവിടെ? എമിലി, പൗരി മാസ്റ്റർ വന്നില്ല. അതെന്താ മാർക്ക്? പൗരി മാസ്റ്റർക്ക് അവിടെയുള്ള ഫാർമസിസ്റ്റുകളെയും മറ്റാളുകളെയും അനാഥരാക്കിയിട്ട് വരാൻ പറ്റുന്ന സാഹചര്യമല്ല. മാർക്ക് ഫെല്ലർ പറഞ്ഞതിന്റെ അർത്ഥം എമിലിക്ക് മനസ്സിലാവും. പൗലൻ മാസ്റ്റർ പോലെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരാള് ഒരു കാരണവശാലും സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒളിച്ചോടില്ല എന്നുള്ള കാര്യം എമിലിക്കും അറിയാം. അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് ഈ ബിൽഡിംഗ് വൃത്തിയാക്കി എടുത്താൽ സുഖമായി ഇവിടെ താമസിക്കാം. മാർക്ക് ഫെല്ലർ എമിലിയും കൂടി ആ ബിൽഡിങ്ങിലെ മുറികൾ വൃത്തിയാക്കാൻ തുടങ്ങിയതും വിവിയൻ ചുറ്റുപാടൊക്കെ കാണാനായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു തുടങ്ങി. വിവിയനും ആ മിസ്റ്റിക് വേൾഡിൽ ആദ്യമായി വരികയാണല്ലോ. എമിലിക്കൊപ്പം മാർക്ക് മുറി വൃത്തിയാക്കി കൊണ്ട് നിന്നപ്പോ പെട്ടെന്ന് മാർക്ക് അവന്റെ വയറ്റിൽ അമർത്തി ഒന്ന് പിടിച്ചു. അതുകൊണ്ട് എമിലി എന്താ മാർക്ക് എന്ന് ചോദിക്കാൻ പോയതും മാർക്ക് ഛർദ്ദിച്ചു. ശരിക്കും കുറച്ച് രക്തം മാർക്കിന്റെ വായിന്ന് പുറത്തേക്ക് വീണു. ഏയ് മാർക്ക്, എന്തു പറ്റി? മാർക്ക് രക്തം ഛർദ്ദിക്കുന്ന കണ്ട എമിലി മാർക്കിനോട് അങ്ങനെ ചോദിച്ചപ്പോ മാർക്ക് എമിലിയോട് പറഞ്ഞു, ഏയ് കുഴപ്പമൊന്നുമില്ല. ഏയ് മാർക്ക്, എന്താ സംഭവിച്ചു? കാര്യം പറ. അങ്ങനെ എമിലി എടുത്ത് ചോദിച്ചതും മാർക്ക് ഫെല്ലർ നേരത്തെ ഹോങ്കി സെക്ഷനിൽ വെച്ച് മാർക്ക് ആക്രമിക്കപ്പെട്ട കാര്യവും മാർക്കിന്റെ ആ ഗോൾഡൻ കോറിൽ പരിക്ക് പറ്റിയൊക്കെ എമിലിയോട് പറഞ്ഞു. അത് കേട്ടതും എമിലി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, അതിനെന്താ പരിഹാരം? എമിലി, ഒരു വാനില കിട്ടിയാൽ അത് ഉപയോഗിച്ച് മരുന്നുണ്ടാക്കാമെന്ന് പൗരി മാസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാർക്ക്, വാനില ഇഷ്ടംപോലെ കിട്ടില്ലേ, പിന്നെന്താ പ്രശ്നം? എമിലി, അതല്ല, ഒരു ഹെവൻലി വാനില ഉണ്ട്, അതാണ് വേണ്ടത്. സാധാരണഗതിയിലുള്ള വാനില കൊണ്ടൊന്നും
മാർക്കിന്റെ ആ ഡാമേജ് മാറ്റാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മാർക്ക് എമിലിയെ ബോധിപ്പിച്ചു. എമിലി, നീ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഹെവൻലി വാനില നമുക്ക് കണ്ടുപിടിക്കാം, അതോടുകൂടി ആ വിഷയം തരും. പിന്നെ എമിലി, നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മാസ്റ്റർ സെയിന്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഗോൾഡൻ കോർ ഇല്ലാതാകും, അതോടുകൂടി ഞാൻ പിന്നെ സേഫ് ആകും. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും എമിലി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എന്നെ ഈ കൾട്ടിവേഷനൊക്കെ ഒന്ന് പഠിപ്പിക്കൂ. എമിലി ബ്ലാക്കിന്റെ ആ ആഗ്രഹം കേട്ടതും മാർക്ക് എമിലിയോട് പറഞ്ഞു, പിന്നെന്താ, ബാ നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങാം. മാർക്ക് എമിലിയും കൊണ്ട് ആ വീടിന് പുറത്തെത്തി. അവിടെ ആ പുൽമേട്ടിൽ അവർ രണ്ടുപേരും കൂടി ഇരുന്നു. എങ്ങനെയാണ് ധ്യാനത്തിൽ ഇരിക്കേണ്ടതൊക്കെ മാർക്ക് ആദ്യം എമിലി പഠിപ്പിച്ചു. അവിടെ കൂളായിട്ട് കാലിന് മുകളിൽ കാല് കയറ്റി വെച്ച് ചമർപ്പണിഞ്ഞിരുന്നതും മാർക്ക് എമിലിക്ക് എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. ഈ സമയമായപ്പോ വിവിയനും ആ ഭാഗത്തേക്ക് നടന്നെത്തി. മാർക്ക് ഫെല്ലർ എമിലിയെ പഠിപ്പിക്കുന്നത് കൗതുകത്തോടെ കണ്ടു നിൽക്കുകയാണ് വിവിയൻ. മാർക്ക് എമിലിയെ പഠിപ്പിച്ച ആ ബ്രീതിങ് എക്സസൈസ് അനുസരിച്ച് എമിലി പതുക്കെ പതുക്കെ ബ്രീത്ത് ചെയ്ത് തുടങ്ങി. ഏകദേശം 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എമിലിക്ക് ശരിക്കും നന്നായി ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. എമിലിക്ക് ഒരു ടാലന്റ് ഉണ്ടെന്ന് അത് കണ്ടപ്പോൾ മാർക്കിന് മനസ്സിലായി. മാർക്കും വിവിയനും കൗതുകപൂർവ്വം എമിലിയുടെ ആ ബ്രീതിങ് ആക്ടിവിറ്റി കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നാണ് സമയവും കടന്നുപോയത്. ഏകദേശം അരമണിക്കൂറായപ്പോൾ മാർക്കും വിവിയനും ശരിക്കും അമ്പരപ്പോടെ എമിലി നോക്കുകയാണ്. എമിലിയുടെ ചുറ്റുമുള്ള സ്പിരിച്വൽ എനർജി ശരിക്കും ഒരു ആവി പോലെ ഒഴുകി എമിലിയുടെ അടുത്തേക്ക് വന്ന് എമിലിയുടെ പുറത്തേക്ക് അങ്ങനെ ലയിച്ചു ചേരുന്ന അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് മാർക്ക് ഫെല്ലറും വിവിയനും കണ്ടത്. ശരിക്കും ആ എനർജി എമിലിയുടെ ബോഡിയിലേക്ക് സുഗമമായി അങ്ങനെ കയറി പോവുകയാണ്. മാർക്ക് അമ്പരപ്പോടെ ആ കാഴ്ച എങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വിവിയൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ശരിക്കും നമ്മുടെ ന്യൂ സെലസ്റ്റിലെ നമ്പർ 1 ബ്യൂട്ടി എന്നുള്ള എമിലി ബ്ലാക്കിന്റെ ആ ടൈറ്റിൽ ഒന്നുകൂടി ഉറപ്പിക്കേണ്ട സമയമായി. നമ്പർ 1 മാർഷൽ ആർട്ടിസ്റ്റ് ആണ് എമിലി എന്ന് നാളെ ലോകം പറയും. അങ്ങനെ പറഞ്ഞിട്ട് വിവിയൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഈ ബ്ലാക്ക് കുടുംബം ശരിക്കും എമിലി വേസ്റ്റ് ആക്കുകയായിരുന്നു. അൺബിലീവബിളായ കപ്പാസിറ്റിയുള്ള ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആകാൻ ജന്മം കൊണ്ട് നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എമിലി ബ്ലാക്ക് എന്ന് വിവിയൻ പറയാതെ പറയുകയാണ്. ആ എമിലി ബ്ലാക്കിനെ ഇത്രയും വർഷം കൾട്ടിവേഷൻ നടത്താൻ അനുവദിക്കാതെ നിലനിർത്തിയ ബ്ലാക്ക് കുടുംബം ശരിക്കും ചെയ്തത് തെറ്റാണ്. വിവിയന്റെ അഭിപ്രായങ്ങൾക്ക് വല്ലാത്ത വ്യക്തതയുണ്ട്. മാർക്കും വിവിയനും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എമിലി ബ്ലാക്ക് കണ്ണു തുറന്നു. അവളുടെ മുഖത്ത് വല്ലാത്തൊരു ശാന്തത. കണ്ണു തുറന്ന എമിലി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഞാൻ ചെയ്യുന്നത് ശരിയാകുന്നുണ്ടോ? ഏയ് എമിലി, അതെന്ത് ചോദ്യമാണ്. നീ എന്ത് മനോഹരമായിട്ടാണ് ബ്രീത്ത് ചെയ്തത്. ശരിക്കും നിന്നിൽ ഒരു ടാലന്റ് ഉണ്ട്. മാർക്ക്, അങ്ങനെയാണെങ്കിൽ എനിക്ക് കൾട്ടിവേഷൻ ടെക്നിക്കുകൾ ഒന്ന് പഠിപ്പിച്ചു തരുമോ? പഠിക്കാൻ ഒരു കാര്യം കിട്ടിയപ്പോൾ അത് പഠിച്ചു കൊള്ളാമെന്ന് അധ്യാപകൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാര്യം പഠിക്കാൻ ഒരു കുട്ടി കാണിക്കുന്ന അതേ താല്പര്യം ഇതാ എമിലി ബ്ലാക്ക് മാർക്കിന് മുന്നിൽ കാണിക്കുകയാണ്. മാർക്കിനും അത് കേട്ടപ്പോൾ വലിയ സന്തോഷം. മാർക്ക് എമിലി കൾട്ടിവേഷന്റെ ബേസിക് പാഠങ്ങൾ ഒന്നൊന്നായി പഠിപ്പിച്ചു തുടങ്ങി. ആ മിസ്റ്റിക് വേർഡിനകത്ത് മാർക്ക് ഫെല്ലർ എമിലിയെ പഠിപ്പിക്കുന്ന കണ്ടുകൊണ്ട് ഒരു സ്ഥലത്ത് മാറിയിരിക്കുകയാണ് വിവിയൻ. വിവിയന് മറ്റെങ്ങോട്ടും പോകാനൊന്നുമില്ല. ഈ സമയത്ത് കാൻസ് സിറ്റിയിൽ നേരം വെളുത്തു കഴിഞ്ഞു. സമയം രാവിലെ 8 മണി. കാൻസ് സിറ്റിയിലെ ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിലെ ഗേറ്റ് കടന്ന് 3 അതിഥികൾ ആ ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിലേക്ക് എത്തി. അവിടെ ആ സമയത്ത് സ്ക്വയറിൽ അനവധി ആളുകളുണ്ട്. ആ സ്ക്വയറിൽ നിൽക്കുന്ന ആളുകളോടായി വാൻ ഗസ്മാൻ ഉറക്കെ പറഞ്ഞു, നിങ്ങളുടെ പവലിയൻ മാസ്റ്ററെ ഇങ്ങോട്ട് വരാൻ പറ. പവലിയൻ മാസ്റ്ററെ അവിടേക്ക് വരാനായിട്ട് ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞപ്പോ അത് കേട്ട് ഒരു എൽഡറിന് അതങ്ങോട്ട് സൂചിച്ചില്ല. അയാൾ വാൻ ഗസ്മാനോട് ചോദിച്ചു, ആരാ നിങ്ങൾ? ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആജ്ഞാപിക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം നൽകിയത്? ആ ചോദ്യം വാൻ ഗസ്മാനോട് ആ എൽഡർ ചോദിച്ചതും വാൻ ഗസ്മാൻ കൈയൊന്ന് ചലിപ്പിച്ചതും ആ എൽഡർ വാൻ ഗസ്മാൻ അടുത്തേക്ക് പറത്തേക്ക് വന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആ എൽഡർക്ക് ഒരു പിടിയില്ല. ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയനിലെ ഒരു സീനിയർ ആൽക്കമിസ്റ്റ് ആയ ആ മനുഷ്യൻ ഏതാണ്ട് പറന്ന് വാൻ ഗസ്മാന്റെ കയ്യിൽ വന്നു എന്ന് പറയാം. വാൻ ഗസ്മാൻ അവന്റെ കഴുത്തിൽ ഒന്ന് പിടിച്ചു. കഴുത്തിൽ പിടിച്ച് ഒന്ന് ഉയർത്തിയ വാൻ ഗസ്മാൻ സകലരെ ഒന്ന് നോക്കിയിട്ട്
ആ കഴുത്ത് ഒന്ന് അമർത്തി പിടിച്ചു. സകല ആൽക്കമിസ്റ്റുകളും ശരിക്കും ഞെട്ടലോട് കൂടിയാണ് ആ കാഴ്ച കണ്ടത്. അവരുടെ കൂട്ടത്തിലെ ഒരു സീനിയർ ആൽക്കമിസ്റ്റിന്റെ കഴുത്ത് ഇതാ ഒരു ചെറുപ്പക്കാരൻ ഞെരിച്ചു പൊട്ടിക്കുകയാണ്. ആ രംഗം കണ്ടുകൊണ്ടാണ് ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിൻ മാസ്റ്റർ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ഏയ് എന്താ ഇത്? ആ ശബ്ദം കേട്ടതും വാൻ ഗസ്മാൻ ആ ആൽക്കമിസ്റ്റിനെ തറയിലേക്ക് എറിഞ്ഞിട്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയ വാൻ ഗസ്മാന്റെ മുഖത്ത് ഒരു വല്ലാത്ത ഭാവം തെളിഞ്ഞു വരികയാണ്. പുഞ്ചിരിയാണോ അതോ ഒരു ആക്രാന്തമാണോ അവന്റെ മുഖത്തുനിന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഭാവം. ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിൻ മാസ്റ്റർ യുവാന ഏകദേശം 60ഓളം വയസ്സ് പ്രായമുള്ള സ്ത്രീയാണ്. പക്ഷേ അവരെ കണ്ടാൽ ഒരാളും അങ്ങനെ പറയില്ല. അവരുടെ പ്രായം 25-30 അതേ പറയും. അവരുടെ ബോഡി ആ ശൈലിയില അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. സുന്ദരിയായ യുവാനെ കണ്ട വാൻ ഗസ്മാൻ ഒന്ന് ചിരിച്ചു. പൗലിൻ മാസ്റ്റർ, നിങ്ങളെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാ കാണുന്നത്. ഞാൻ കേട്ടതിനേക്കാളേറെ മനോഹരിയാണ് നിങ്ങൾ. ശരിക്കും അത് സുന്ദരിയാണല്ലോ. കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അവരെ അടിമുതൽ മുടി വരെ നോക്കിക്കൊണ്ട് വാൻ ഗസ്മാൻ അങ്ങനെ പറഞ്ഞതും പൗലിൻ മാസ്റ്റർ ഗസ്മാനോട് ചോദിച്ചു, ഏയ് നിങ്ങൾക്ക് എന്താ വേണ്ടേ? അങ്ങനെ ചോദിക്കുക. എനിക്ക് വേണ്ടത് 2 ആളുകളെയാണ്, മാർക്ക് ഫെല്ലറെയും എമിലി ബ്ലാക്കിനെയും. അവരിവിടെ ഇല്ല. ഏയ് പൗലിൻ മാസ്റ്റർ, വെറുതെ അങ്ങനെ പറയാതെ. എനിക്കറിയാം നിങ്ങൾ അവരുടെ അഭ്യുദയകാംക്ഷിയാണെന്ന്. നിങ്ങൾ അറിയാതെ അവരെങ്ങോട്ട് പോകത്തില്ല. ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എവിടെ അവരുണ്ട് എന്ന് ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. എനിക്കറിയില്ല, പൗലിൻ മാസ്റ്റർ ഉടൻ തന്നെ മറുപടി പറഞ്ഞു. അങ്ങനെ പൗലിൻ മാസ്റ്റർ പറഞ്ഞതും വാൻ ഗസ്മാൻ അയാളുടെ പുറകെ നിൽക്കുന്ന മാർഷൽ സെയിന്റിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ മാർഷൽ സെയിന്റ് കൈ ഒന്ന് ഉയർത്തി അനക്കിയതും പൗലിൻ മാസ്റ്റർ ശരിക്കും നിന്ന സ്ഥലത്ത് നിന്ന് പറന്ന് ആ മാർഷൽ സെയിന്റിന്റെ കയ്യിലേക്ക് വന്നു. എന്താണ് ആ ടെക്നിക്ക് എന്ന് ചോദിച്ചാൽ ആർക്കൊരു പിടിയില്ല. ആ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിനിൽ ശരിക്കും ആളുകളുണ്ട്. അവരെല്ലാവരും അമ്പരപ്പോടെയാണ് ആ കാഴ്ച കണ്ടത്. ഏകദേശം ഒരു 10-15 അടി വ്യത്യാസത്തിലാണ് വാൻ ഗസ്മാന്റെ അടുത്ത് നിൽക്കുന്ന മാർഷൽ സെയിന്റും പൗലിൻ മാസ്റ്ററും നിന്നിരുന്നത്. ആ മാർഷൽ സെയിന്റിന്റെ അടുത്തേക്കാണ് പൗലിൻ മാസ്റ്റർ പറന്നതുപോലെ വന്ന് വീണത്. പൗലിൻ മാസ്റ്ററെ കഴുത്തിൽ പിടിച്ചിരിക്കുകയാണ് ആ മാർഷൽ സെയിന്റ്. കഴുത്തിൽ പിടിച്ച് മാർഷൽ സെയിന്റ് പൗലിൻ മാസ്റ്ററെ നെറ്റിലോട്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കി. ശരിക്കും പൗലിൻ മാസ്റ്റർ ഡിവൈൻ സെൻസിലൂടെ അവരുടെ മനസ്സ് വായിച്ചെടുക്കാനാണ് ആ മാർഷൽ സെയിന്റ് ശ്രമിക്കുന്നത്. അത് മനസ്സിലാക്കിയ പൗലിൻ മാസ്റ്റർ അവരുടെ മനസ്സ് കേന്ദ്രീകരിച്ചു. ആ മാർഷൽ സെയിന്റ് പൗലിൻ മാസ്റ്റർ മനസ്സിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ അയാൾക്ക് പറ്റുന്നില്ല. അയാൾ മാർഷൽ സെയിന്റ് ആണെങ്കിലും ഈ വിധിയിൽ പൗലിൻ മാസ്റ്റർ മാർഷൽ സെയിന്റിന് ഒപ്പമാണെന്ന് പറയാതെ പറയുന്ന ഒരു ഫൈറ്റാണ് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്. പൗലിൻ മാസ്റ്റർ അവരുടെ മനസ്സ് കേന്ദ്രീകരിച്ചതും മാർഷൽ സെയിന്റ് പഠിച്ച പടി 18 നോക്കിയിട്ടും പൗലിൻ മാസ്റ്ററെ മനസ്സ് വായിക്കാൻ പറ്റിയില്ല. അയാൾ വാൻ ഗസ്മാനോട് പറഞ്ഞു, യങ് മാസ്റ്റർ, ഇവര് ആള് സമർത്ഥിയാണ്, ഇവിടെ മനസ്സ് വായിക്കാൻ പറ്റുന്നില്ല. സാധാരണഗതിയിൽ ഒരു മാർഷൽ സെയിന്റ് വിചാരിച്ചാൽ അയാൾക്ക് താഴെയുള്ള ആളുകളുടെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റും. അവരുടെ ഗ്ലാബലിലേക്ക് നോക്കി അവരുടെ ഡിവൈൻ സെൻസിനെ കൺട്രോൾ ചെയ്ത് ആ ഡിവൈൻ സെൻസിനകത്തുള്ള കാര്യങ്ങൾ വായിക്കാൻ അവർക്ക് പറ്റേണ്ടതാണ്. പക്ഷെ ഇവിടെ ആ ഒരു ശ്രമം മാർഷൽ സെയിന്റ് നടത്തി നോക്കിയിട്ടും പരാജയപ്പെട്ടു. കാര്യം കേട്ടതും വാൻ ഗസ്മാൻ ഒന്ന് ചിരിച്ചു. ഓ, അങ്ങനെ ശക്തമായ മനസ്സിന്റെ ഉടമയാണല്ലേ ഈ പൗലിൻ മാസ്റ്റർ. ശക്തമായ മനസ്സിന്റെ ഉടമ പൗലിൻ മാസ്റ്റർ, അതിസുന്ദരി പൗലിൻ മാസ്റ്റർ, ഒരുപാട് ആളുകളുടെ കാണപ്പെട്ട ദൈവം പൗലിൻ മാസ്റ്റർ. പൗലിൻ മാസ്റ്റർ, നിങ്ങളൊരു സംഭവം കേട്ടോ. അങ്ങനെ ഏതാണ്ട് തമാശ പോലെ പറഞ്ഞിട്ട് വാൻ ഗസ്മാൻ ആ പൗലിൻ മാസ്റ്ററെ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിനുശേഷം അയാൾ പൗലിൻ മാസ്റ്റർ പറഞ്ഞു, ഏയ് പൗലിൻ മാസ്റ്റർ, എനിക്കറിയാം നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ലെന്ന്. പക്ഷെ നിങ്ങളെ കൊണ്ട് പറയിക്കാൻ എനിക്ക് ചിലപ്പോൾ പറ്റും. നിങ്ങളെ എൻ്റെ ബെഡിലേക്ക് കൊണ്ടുവരേണ്ട താമസമേ ഉള്ളൂ. നിങ്ങൾ അറിയാതെ പറഞ്ഞു പോകും. പൗലിൻ മാസ്റ്റർ റേപ്പ് ചെയ്യാൻ അവന് ഒരു മടിയുമില്ല എന്നാണ് അവൻ പറയാതെ പറഞ്ഞത്. ശരിക്കും ആ ഡയലോഗ് അവിടെ ആൽക്കമിസ്റ്റുകളായിരിക്കുന്ന ആളുകളിലേക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടമൊക്കെ വിളിച്ചു വരുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ആ പാവപ്പെട്ട ആൽക്കമിസ്റ്റുകൾ അമ്പരം നിൽക്കുമ്പോൾ പൗലിൻ മാസ്റ്റർ വാൻ ഗസ്മാനോട് പറഞ്ഞു, ഏയ് അതത്ര എളുപ്പമല്ലല്ലോ. അങ്ങനെ വാൻ ഗസ്മാനോട് പറഞ്ഞതും വാൻ ഗസ്മാൻ ഒന്ന് ചിരിച്ചു. ഏയ് പൗലിൻ മാസ്റ്റർ,
നിങ്ങൾക്ക് ശരിക്കും എന്നെ അറിയില്ല, അതാ പ്രശ്നം. ഈ രണ്ട് മാർഷൽ സൈന്യങ്ങൾ വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും നടക്കും. മാർഷൽ സൈന്യങ്ങൾക്ക് എതിരായി നിൽക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഗസ്മാൻ പൗലോസ് മാസ്റ്ററെ കയ്യിലേക്ക് ഇറങ്ങി പിടിച്ചു. പൗലോസ് മാസ്റ്ററെ കയ്യിലേക്ക് പിടിച്ചിട്ട് ഗസ്മാൻ പൗലോസ് മാസ്റ്ററോട് ചോദിച്ചു, ഈ ഡ്രസ്സ് ഇവിടെ നിന്റെ ഈ ശിഷ്യന്മാർ മുഴുവൻ നോക്കി നിൽക്കേ ഞാൻ വലിച്ചഴിക്കണോ, അതോ ബെഡ്റൂമിൽ വന്നിട്ട് നീ തന്നെ അഴിക്കുമോ? പൗലോസ് മാസ്റ്റർ യുവാനിയോടുള്ള വാൻ ഗസ്മാന്റെ ആ ചോദ്യം കേട്ട് ആ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയനിലെ മുഴുവൻ ആൽക്കമിസ്റ്റുകളും വിദ്യാർത്ഥികളും ശരിക്കും വല്ലാത്തൊരു സങ്കടത്തിലാണ്. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവരെത്തിയിരിക്കുന്നത്. പക്ഷെ പൗലോസ് മാസ്റ്റർ മുഖത്ത് ഒരു കുലുക്കവുമില്ല. പൗലോസ് മാസ്റ്റർ വാൻ ഗസ്മാനെ നോക്കിയിട്ട് അവനോട് പറഞ്ഞു, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ശരിക്കും ആ നിമിഷത്തിലും പൗലോസ് മാസ്റ്റർ കുലുങ്ങാതെ നിൽക്കുകയാണ്. അത് കണ്ടതും വാൻ ഗസ്മാൻ ഒന്ന് ചിരിച്ചു. ഹോ, ശരിക്കും നിങ്ങള് വല്ലാത്ത ധൈര്യവതി തന്നെ. എന്നാൽ നമുക്ക് നോക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ പൗലോസ് മാസ്റ്റർ കൈ പിടിച്ച് മുന്നോട്ട് നടക്കാൻ പോയതും ഒരു ശബ്ദം, ഏയ് ശബ്ദം കേട്ട് തിരിഞ്ഞ് വാൻ ഗസ്മാൻ കാണുന്നത് സാക്ഷാൽ ലാരി ഹോംസിനെയും ജിയാങ് ഹിയുമാണ്. അവർ രണ്ടുപേരും പൗലോസ് മാസ്റ്ററെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അവർ രണ്ടുപേരും നേരത്തെ അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തം. ജിയാങ് ഹിക്കൊപ്പം ലാരി ഹോംസിനെ കണ്ടതും വാൻ ഗസ്മാൻ ആദ്യം ഒന്ന് പാതറി. പക്ഷെ അടുത്ത നിമിഷത്തിൽ അവന്റെ ആത്മവിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് ലാരി ഹോംസിനോട് പറഞ്ഞു, മിസ്റ്റർ ഹോംസ്, കാലം മാറിയത് അറിയാതെ കാര്യത്തിൽ ഇടപെടരുത്. ഏയ് മിസ്റ്റർ വാൻ ഗസ്മാൻ, നീ ആരോടോ സംസാരിക്കുന്നത് അറിയാവോ? കമാൻഡർ ലാരി ഹോംസ് അങ്ങനെ ചോദിച്ചതും വാൻ ഗസ്മാൻ പൗലോസ് മാസ്റ്ററെ കൈവിട്ടിട്ട് ഒന്ന് ചിരിച്ചു. ഹേയ് കമാൻഡർ ലാരി ഹോംസ്, നിങ്ങൾ ഗോഡ് ഓഫ് വാറും സംഭവമൊക്കെയാണ്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇത് മാർഷൽ സെയിന്റുകളാണ്. ഇവരെ നേരിടാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടോ മിസ്റ്റർ ഹോംസ്? അങ്ങനെ വാൻ ഗസ്മാൻ ചോദിച്ചതും ലാരി ഹോംസ് വാൻ ഗസ്മാനോട് പറഞ്ഞു, എനിക്ക് ആ കപ്പാസിറ്റി ഇല്ല, പക്ഷേ അവർക്കോ? അങ്ങനെ ലാരി ഹോംസ് ചോദിച്ചതും വാൻ ഗസ്മാന്റെ കണ്ണുകൾ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയന്റെ ആ ഗേറ്റിലേക്ക് പതിഞ്ഞു. ഗേറ്റിൽ അനവധി ആർട്ടിലറി വാഹനങ്ങൾ അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ആ വാഹനങ്ങളിൽ കൂറ്റിന് ആർട്ടിലറി ഗണ്ണുകളുണ്ട്. ആ ഗണ്ണുകൾ വാൻ ഗസ്മാനെ ഉന്നം പിടിച്ചിരിക്കുകയാണ്. ഏയ് ഗസ്മാൻ, മാർഷൽ സൈന്യങ്ങളെ തൊടാൻ എനിക്ക് പറ്റില്ലെങ്കിലും അവരെ തൊടാൻ പറ്റുന്ന ആയുധങ്ങൾ എൻ്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. നീ ഏത് വലിയ മിസ്റ്റിക് വേൾഡിലെ ആളാണെങ്കിലും ആ മിസ്റ്റിക് വേൾഡ് വേണ്ടെന്ന് വെക്കാൻ ഗവൺമെന്റിന് അധികം സമയമൊന്നും വേണ്ട. ലാരി ഹോംസ് പൈറോയിലെ ഗോഡ് ഓഫ് വാർ ആണ്. ആ ഗോഡ് ഓഫ് വാറിന്റെ വാക്കുകളാണ്, ആ ശബ്ദമാണ് അവിടെ ആ സമയത്ത് മുഴങ്ങുന്നത്. അത് കേട്ടതും ഗസ്മാനൊപ്പമുള്ള മാർഷൽ സെയിന്റ് ശബ്ദം താഴ്ത്തി ഗസ്മാനോട് പറഞ്ഞു, യങ് മാസ്റ്റർ, നമ്മൾ ഇവിടേക്ക് തിരിക്കുമ്പോൾ മാസ്റ്റർ നമ്മളോട് പറഞ്ഞ കാര്യം മറക്കരുത്. ഒരു കാരണവശാലും ഗവൺമെന്റുമായി ഒരു ഉടക്കിന് നിൽക്കരുതെന്ന് മാസ്റ്റർ നമ്മളോട് പറഞ്ഞിരുന്നു. പൈറോയിലെ ഗവൺമെന്റ് സംവിധാനങ്ങളുമായി ഒരു ഉടക്കിന് നിന്നാൽ പിന്നെ സംഭവിക്കുക യുദ്ധമാണ്. ആർമിയുടെ കൈവശം അനവധി ആയുധങ്ങളുണ്ട്. ആധുനിക ആയുധങ്ങൾ, മിസൈലുകൾ ഉൾപ്പെടെയുള്ള പല സംവിധാനങ്ങളും ആർമിയുടെ കൈവശമുണ്ട്. യുദ്ധവിമാനങ്ങളും ബോംബർ വിമാനങ്ങളും ഒക്കെ ഉണ്ട്. രണ്ടും കൽപ്പിച്ച് ഗവൺമെന്റ് മിസ്റ്റിക് വേൾഡുകളെ ആക്രമിച്ചാൽ മിസ്റ്റിക് വേൾഡുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആ യാഥാർത്ഥ്യമാണ് മാർഷൽ സെയിന്റ് ഗസ്മാനെ ഓർമ്മിപ്പിച്ചത്. അത് കേട്ടതും ഗസ്മാൻ ലാരി ഹോംസിനോടായി പറഞ്ഞു, മിസ്റ്റർ ഹോംസ്, ഇപ്പോ ഞാൻ പിന്മാറുന്നു. പക്ഷേ എമിലി ബ്ലാക്കിനെ രക്ഷിക്കാമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം നടക്കില്ല. ലാരി ഹോംസിനോട് ശരിക്കും ഉറക്കെ പരസ്യമായിട്ടാണ് എമിലി ബ്ലാക്കിന്റെ കാര്യം വാൻ ഗസ്മാൻ സൂചിപ്പിച്ചത്. എമിലി ബ്ലാക്കിന് വേണ്ടി അവൻ ഏതറ്റം വരെയും പോകുമെന്ന് അവൻ പറയാതെ പറയുകയാണ്. അവൻ മാർക്ക് ഫെല്ലർ അല്ല വിഷയം, അവന്റെ വിഷയം എമിലി ബ്ലാക്ക് ആണ്. ലാരി ഹോംസിന് അങ്ങനെ പറഞ്ഞതിന് ശേഷം വാൻ ഗസ്മാൻ ആ മാർഷൽ സെയിന്റുകളുമായി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവർ പോയി കഴിഞ്ഞതും പൗലോസ് മാസ്റ്റർ ലാരി ഹോംസിനോടും യാങ് ഹിയോടുമായി പറഞ്ഞു, താങ്ക് യു. അങ്ങനെ പറഞ്ഞിട്ട് ആ മൂവർ സംഘം പൗലോസ് മാസ്റ്റർ വസതിയിലേക്ക് നടക്കുമ്പോൾ ലാരി ഹോംസ് അവരോടായി പറഞ്ഞു, ശരിക്കും നമുക്കും മാർഷൽ സെയിന്റുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പൈറോയിലെ സർക്കാരിന്റെ കൈവശം ഇപ്പോ മാർഷൽ സെയിന്റുകൾ ഇല്ല. സർക്കാരിന്റെ കൈവശം ശക്തരായ മാർഷൽ സെയിന്റുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോ ഈ മാർഷൽ സെയിന്റുകൾ അഹങ്കാരത്തോടെ സർക്കാർ സംവിധാനങ്ങളോട് പോലും പ്രതികരിക്കുന്നത്. ലാരി ഹോംസിന് അക്കാര്യം ഇപ്പോൾ ഉറപ്പാണ്.
നേരത്തെ ലാരി ഹോംസ് പീക്ക് ലെവൽ മാർക്വിസായി നിന്നതുകൊണ്ട് ഒരാളും ഗവൺമെന്റ് സംവിധാനത്തെ ധിക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പൊ പീക്ക് ലെവൽ മാർക്വിസിന് മുകളിൽ മാർഷൽ സെയിന്റ് സംവിധാനങ്ങളുണ്ട്. ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മിസ്റ്റിക് വേൾഡുകൾ തകർത്തെറിയാൻ പറ്റിയേക്കും. പക്ഷേ മാർഷൽ സെയിന്റുകൾ നേരിടാൻ അത് പര്യാപ്തമല്ല എന്ന യാഥാർത്ഥ്യം ലാരി ഹോംസിന് നന്നായിട്ട് അറിയാം. ആധുനിക ആയുധങ്ങൾക്കൊന്നും മാർഷൽ സെയിന്റുകളെ തൊടാൻ പറ്റില്ല. ലാരി ഹോംസും ജിയാങ് ഹീം പൗലിയം മാസ്റ്ററും അക്കാര്യം ചർച്ച ചെയ്യുമ്പോൾ മിസ്റ്റിക് വേൾഡിനകത്ത് മാർക്ക് ഫെല്ലർ എമിലി ബ്ലാക്കിനെ ആ കൾട്ടിവേഷൻ ടെക്നിക്കിൽ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ദിവസം അങ്ങനെ കടന്നുപോയി. അതിവേഗം ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഏകദേശം 3 ദിവസം കഴിഞ്ഞപ്പോൾ എമിലി ശരിക്കും മാർക്കിനെയും വിവിനെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ഇന്റേണൽ സ്ട്രെങ്ത് മാസ്റ്ററായി മാറി. ഒരു ഇന്റേണൽ സ്ട്രെങ്ത് മാസ്റ്ററിന്റെ അതേ കപ്പാസിറ്റി വെറും 3 ദിവസം കൊണ്ടാണ് എമിലി ബ്ലാക്ക് നേടിയെടുത്തത്. ഒരു വല്ലാത്ത വേഗതയിലാണ് എമിലി ബ്ലാക്ക് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. എമിലിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അത് കണ്ടപ്പോൾ മാർക്കിനൊരു ഉത്സാഹം. മാർക്ക് ആ ടെക്നിക്കുകളൊക്കെ എമിലി പഠിപ്പിച്ചതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരുന്ന് ഹാഫ് മാർഷൽ സെയിന്റായി ബ്രേക്ക് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടന്നു. മാർക്കിന് ഹാഫ് മാർഷൽ സെയിന്റായി മാറിയേ പറ്റൂ. ഹാഫ് മാർഷൽ സെയിന്റ് ആയതിനു ശേഷം മാർക്കിന് മാർഷൽ സെയിന്റ് ആകണം. ആ 2 ടാർഗറ്റാണ് മാർക്കിനുള്ളത്. ആ മിസ്റ്റിക് വേൾഡിനകത്ത് വെച്ച് മാർക്കിന് അനായാസമായി ഹാഫ് മാർഷൽ സെയിന്റായി മാറാൻ പറ്റും. മാർക്ക് ഫെല്ലർ ആ ഹാഫ് മാർഷൽ സെയിന്റ് ആകാൻ വേണ്ടി തന്റെ കൈവശമുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുത്തു. മാർക്കിന് ഇപ്പോ എളുപ്പം സ്പിരിച്വൽ എനർജി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉണ്ട്. സ്പിരിച്വൽ എനർജി കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനവും മാർക്കിന്റെ കൈവശമുണ്ട്. ആ ഐസി ഗ്ലേസിംഗ് ഹാർട്ട്. മാർക്ക് ആ ഐസി ഗ്ലേസിംഗ് ഹാർട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം മാർക്ക് ഹാൻ പാലസിൽ നിന്ന് എത്തിച്ച മിസ് ഷാങ് ഇൻജുവിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഷാങ് ഇൻജുവിന് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും അവൾ പറഞ്ഞ ഒരു വാചകത്തിൽ നിന്നാണ് മാർക്ക് കാര്യം പഠിച്ചത്. അവളുടെ മാസ്റ്റർ ശരിക്കും ആ സ്പിരിച്വൽ എനർജി ആ ഐസി ഗ്ലേസിംഗ് ഹാർട്ടിൽ നിന്ന് ഡീവർ ചെയ്ത് എടുക്കുകയാണെന്ന് മാക്സ്വെൽ ഒരിക്കൽ ഷാങ് ഇഞ്ചുവിനോട് പറഞ്ഞിരുന്നു. ആ കാര്യം ഷാങ് ഇഞ്ചു അതുപോലെ മാർക്കിനോട് പങ്കുവച്ചിരുന്നു. ആ ഓർമ്മയിലാണ് മാർക്ക് ആ ഐസി ഗ്ലേസിംഗ് ഹാർട്ട് എടുത്ത് തലയ്ക്ക് മുകളിലേക്ക് വെച്ചത്. അത് മാർക്കിന്റെ തലയ്ക്ക് മുകളിൽ അങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. മാർക്ക് സാവധാനം അതിലെ സ്പിരിച്വൽ എനർജി ഡീവർ ചെയ്യാൻ തുടങ്ങി. മാർക്കിന് ആ ഡീവറിംഗ് ടെക്നിക്കുകൾ അറിയാം. നേരത്തെ പലതവണ ഇത്തരത്തിലുള്ള ഡീവറിംഗ് ആക്ടിവിറ്റീസ് മാർക്ക് ചെയ്തതാണ്. മാർക്കിന്റെ ആ ഡീവറിംഗ് വിവിനെയും ശരിക്കും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ആ ഐസ് ഹാർട്ടിൽ നിന്ന് ശരിക്കും ഒരു കുഴല് പോലെ സ്പിരിച്വൽ എനർജി ഡീവറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന നിമിഷത്തിൽ മാർക്കിന്റെ ബോഡിയിലേക്ക് അങ്ങനെ ഒഴുകി വരികയാണ്. കുറച്ചു മാറി ആ പുൽത്തകിടയിൽ ഇതേ കാഴ്ച തന്നെയാണ് വിവിൻ കാണുന്നത്. ചുറ്റുമുള്ള സ്പിരിച്വൽ എനർജിയൊക്കെ പുഴ പോലെ ഒഴുകി അവിടെ എമിലിന്റെ പുറത്തേക്ക് ഒഴുകി ഇറങ്ങുകയാണ്. 2 സ്ഥലത്തായി എമിലിയും മാർക്കും അവരുടെ ആ ബ്രീത്തിങ് എക്സസൈസും ഡീവറിംഗ് എക്സസൈസും അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ന്യൂ സെലസ്റ്ററിൽ ശരിക്കും ഒരു പ്രകമ്പനം തന്നെ നടക്കുകയാണ്. മാർക്ക് ഫെല്ലറെയും എമിലി ബ്ലാക്കിനെയും കാണാനില്ല. മാർക്ക് ഫെല്ലർക്കും എമിലി ബ്ലാക്കിനും ബന്ധമുള്ള സകല സ്ഥലങ്ങളും ജിങ്ദു മാർഷൽ അസോസിയേഷൻ അരിച്ചു പറക്കുകയാണ്. ഇപ്പോ 7 മാർഷൽ സെയിന്റുകളാണ് മാർക്കിനെ തിരക്കി ഇറങ്ങിയിരിക്കുന്നത്. ജിങ്ദു മാർഷൽ അസോസിയേഷനായി ബന്ധിപ്പിച്ച് സീസർക്കൊപ്പമുള്ള 2 ആളുകളുമുണ്ട്. അതിനു പുറമെ 4 മാർഷൽ സെയിന്റുകൾ കൂടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിൽ 2 പേർ ഗസ്മാന്റെ ആ വാൻ കുടുംബത്തിൽ നിന്നാണ്. വേറെ 2 പേർ മറ്റു 2 മിസ്റ്റിക് വേൾഡുകളിൽ നിന്നാണ്. സകല സ്ഥലവും ആ മാർഷൽ സെയിന്റുകൾ അരിച്ചു പറക്കുകയാണ്. അവർക്ക് പുറമെ പീക്കിലോ മാർക്കിസ്റ്റുകളും മറ്റു മാർക്കിസ്റ്റുകളും ഒക്കെ മാർക്ക് ഫെല്ലറെ എമിലിയെ തിരക്കി ഇറങ്ങിയിട്ടുണ്ട്. മാർഷൽ സെയിന്റ് മാർക്കിനെ തിരക്കുന്ന കാര്യം മാർക്കുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. ന്യൂ സെലസ്റ്റിന്റെ ഒരു ഭാഗം ജിങ്ദു സിറ്റിയാണ്, മറ്റൊരു ഭാഗം യാൻ സിറ്റിയാണ്, 3ാമത്തെ ഭാഗമാണ് സെലസ്റ്റർ സിറ്റി. ഈ 3 സിറ്റിയും കൂടെ ചേരുമ്പോഴാണ് ന്യൂ സെലസ്റ്റർ ആകുന്നത്. ആ ന്യൂ സെലസ്റ്റർ മേഖലയിലെ മുഴുവൻ മേഖലയും അരിച്ച് പറക്കിയിട്ടും ജിങ്ദു മാർഷൽ അസോസിയേഷന് മാർക്കിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. മാർക്കുമില്ല, എമിലി ബ്ലാക്കുമില്ല. അതുപോലെ തന്നെയാണ് വാൻ ഗസ്മാന്റെ സ്ഥിതി. വാൻ ഗസ്മാൻ സകല സ്ഥലവും അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ദിവസങ്ങളും ആഴ്ചകളും ഇങ്ങനെ കടന്നു പോവുകയാണ്.
പെട്ടെന്നാണ് ഒരു മാസം അതിവേഗം കടന്നുപോയത്. മിസ്റ്റിക് വേൾഡിനകത്ത് മാർക്ക് ഫെല്ലറോ എമിലി ബ്ലാക്കോ കടന്നുപോകുന്ന സമയത്തെക്കുറിച്ച് ബോധയുടെയല്ല. അവർ രണ്ടുപേരും ഭ്രാന്തമായ ആവേശത്തോടുകൂടി അവരുടെ കൾട്ടിവേഷനിൽ അങ്ങനെ വ്യാപൃതരായിരിക്കുകയാണ്. ഒരു മാസം തുടർച്ചയായി മാർക്ക് ഫെല്ലറെയും എമിലി ബ്ലാക്കിനെയും തിരക്കിയിട്ടും അവരെക്കുറിച്ചുള്ള ഒരു വിവരവും കിട്ടാതെ വന്നതും വാൻ ഗസ്മാൻ ഒരു അറിയിപ്പ് അവന്റെ സുഹൃത്തുക്കൾക്ക് കൊടുത്തു. യാവോ മിങ്ങിനും കോങ് യാനിക്കിനും ചു സഹോദരന്മാർക്കും ഷുവാങ്ങിനും ഒക്കെ ആ അറിയിപ്പ് കിട്ടി. കാൻസസ് സിറ്റിയിലെ ഗ്രീൻ മൂൺ വില്ലയിൽ അയാൾ ഒരു പാർട്ടി നടത്താൻ പോവുകയാണെന്നാണ് അയാളുടെ ആ അനൗൺസ്മെന്റ്. ന്യൂസ് അറസ്റ്റിലെ അയാളുടെ സുഹൃത്തുക്കളൊക്കെയും ന്യൂസ് അറസ്റ്റിൽ നിന്ന് കാൻസസ് സിറ്റിയിലേക്ക് വരണം. അതാണ് അയാളുടെ അഭ്യർത്ഥനയുടെ സാരം. യാവമെങ്ങും കോങ് യാനിക്ക് ഉൾപ്പെടെയുള്ള സകലരും അയാളുടെ ആ അഭ്യർത്ഥന കേട്ടപ്പോൾ ശരിക്കും ഒരു അമ്പരപ്പുണ്ട്. കോങ് യാനിക്കിനും യാവമെങ്ങിനും മാത്രമല്ല, ചൂ സഹോദരന്മാർക്ക് എല്ലാവർക്കും ഈ വാൻ ഗസ്മാന്റെ ആ അഭ്യർത്ഥനയിൽ ശരിക്കും ഒരു അമ്പരപ്പുണ്ട്. എന്നാലും ആ ടീം ന്യൂസ് അറസ്റ്റിൽ നിന്ന് കാൻസസ് സിറ്റിയിലെത്തി. അവര് ഗ്രീൻ മൂൺ വില്ലയുടെ ആ ഗേറ്റിന്റെ ഭാഗത്ത് അങ്ങനെ നിൽക്കുകയാണ്. കോങ് യാനിക് ഉറക്കെ ആ കൂടി നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, എനിക്ക് ഈ വാൻ ഗസ്മാന്റെ നടപടികൾ അങ്ങോട്ട് സൂഹിക്കുന്നില്ല. അവനെന്താ ഒരു വല്ലാത്ത അധികാരഭാവത്തോടെയാണല്ലോ നമ്മളോടൊക്കെ സംസാരിക്കുന്നത്. യാവോയ്ക്കും അതേ അഭിപ്രായമാണ്. അതെ അതെ, ഞാൻ അവനെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. അവനൊരു നല്ല കക്ഷിയാണെന്നാണ് ആദ്യം ഞാൻ കരുതിയത്. പക്ഷെ അവൻ ആള് കുഴപ്പക്കാരനാണ്. ചൂ സഹോദരന്മാരിൽ മൂത്തവനായ ചൂഹന്റെ ഉടൻ ചോദിച്ചു, അല്ല അവൻ എന്തിനാ നമ്മളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഇത് മാർക്കിന്റെ ഗ്രീൻ മൂൺ വില്ലയല്ലേ? ഇവിടെ അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ പോവുകയാണോ? ചൂഹണ്ട് ആ ചോദ്യം ചോദിച്ചപ്പോൾ അവിടേക്ക് ഒരു കാർ എത്തി. ആ കാറിൽ നിന്ന് വാൻ ഗസ്മാനും ആ രണ്ട് മാർഷൽ സെയിന്റുകളും പുറത്തേക്ക് ഇറങ്ങി. പുറത്തു നിൽക്കുന്ന ജിങ്ദു മേഖലയിലെ ആ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളെ ആളുകളെ കണ്ടതും വാൻ ഗസ്മാൻ ഒന്ന് ചിരിച്ചു. ആ എല്ലാവരും എത്തിയല്ലോ. നിങ്ങളെയൊക്കെ ഞാൻ വിളിപ്പിച്ചത് ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അവരുമായി ഗ്രീൻ മൂൺ വില്ലയുടെ ഗേറ്റിനകത്തേക്ക് കടന്നു. ഒരു ടീം അകത്തേക്ക് കടന്നു വരുന്ന കണ്ടതും ഗ്രീൻ മൂൺ വില്ലയിലെ ആളുകളൊക്കെ പുറത്തേക്ക് വന്നു. അകത്തേക്ക് വന്ന വാൻ ഗസ്മാൻ ഉറക്കെ അവിടെ നിൽക്കുന്ന ആളുകളോട് ചോദിച്ചു, ആരാ സെക്ഷൻ മാസ്റ്റർ? പുറത്തുള്ള സംഭവവികാസങ്ങളെ കുറിച്ച് കേട്ടറിഞ്ഞ മിസ് യാനിക്കും അപ്പോ അങ്ങോട്ട് വന്നു. അവര് പുറത്തൊരു ആൾക്കൂട്ടത്തെ കാണുകയാണ്. ആ ആൾക്കൂട്ടത്തിന് ലീഡ് ചെയ്യുന്ന ആളായി അവർക്ക് തോന്നിയ വാൻ ഗസ്മാനോട് അവർ ചോദിച്ചു, എന്താ വേണ്ടേ? ഏയ്, നിങ്ങൾ മാർക്ക് ഫെല്ലറുടെ സെക്ഷൻ മാസ്റ്റർ ആണല്ലേ? അപ്പൊ നിങ്ങൾക്ക് കൃത്യമായും അറിയാമായിരിക്കും മാർക്ക് ഫെല്ലർ എവിടെയാണെന്ന്. അയ്യോ, മാർക്ക് ഫെല്ലർ എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ മിസ് യാനിക്ക് പറഞ്ഞതും യാൻ ഗസ്മാൻ ഒന്ന് കൈ നിവർത്തി ഒരു ഒറ്റയാടി. അയാളുടെ വലതു ഭാഗത്തുണ്ടായിരുന്ന ഗ്രീൻ മൂൺ വില്ലയിലെ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണ് ആ അടിയിൽ ശരിക്കും മീറ്റ് പേസ്റ്റ് ആയത്. ഒറ്റ അടിക്ക് ഇറച്ചി കഷ്ണങ്ങൾ പോലെ ആ വ്യക്തിയെ വാൻ ഗസ്മാൻ കൺവെർട്ട് ചെയ്യുകയാണ്. വാൻ ഗസ്മാൻ ഒരു ഹാസ്റ്റ് മാർഷൽ സെയിന്റ് ആണ്. അവൻ ഒറ്റ അടിക്ക് ആ മാർഷൽ ആർട്ടിസ്റ്റിനെ കൊലപ്പെടുത്തിയത് കണ്ട കോങ് യാനിക് വാൻ ഗസ്മാൻ ചോദിച്ചു, ഏയ് ഗസ്മാൻ, എന്ത് വിഡിത്തരമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? ഏയ് കോങ് യാനിക്, ഇതൊക്കെയല്ലേ എന്റർടൈൻമെന്റ്? നിങ്ങളെ ഇത്രയും ദൂരത്തേക്ക് ഞാൻ വിളിച്ചു വരുത്തിയത് നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ലെഫ്റ്റ് കൈ നീട്ടി ഒരാളെ ഒറ്റ വലി. അവനെ കൈ നീട്ടപ്പെടുത്തേക്ക് ശരിക്കും അടുത്തേക്ക് നല്ല അവരുടെ അടുത്തേക്ക് ഒഴി വരികയാണ്. ആ ആളെ കൈ കിട്ടിയതും ഗസ്മാൻ അവന്റെ കഴുത്തിൽ കൈ ഒന്ന് ആഴ്ത്തി പിടിച്ചിട്ട് ഒരൊറ്റ വലി. ആ മാർഷൽ ആർട്ടിസ്റ്റിന്റെ ദേഹത്തുണ്ടായിരുന്ന ഡ്രസ്സും തൊലിയെല്ലാം കൂടി ഒറ്റ വലിക്ക് പറഞ്ഞങ്ങ് പോയി. രക്തം കൊടുകൂടാ താഴേക്ക് ഒഴി തുടങ്ങി. ദയനീയമായ കരച്ചിൽ ആ ആളിന്റെ വായിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ കാഴ്ച കണ്ട് സഹിക്കാൻ പറ്റാതെ യാവോമെങ് ഗസ്മാനോട് പറഞ്ഞു, ഗസ്മാൻ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഏയ് യാവോ, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും കൊല്ലാൻ പോവുകയാണ്. ഇത്രയും ആളുകളെ കൊലപ്പെടുത്തുന്ന കാഴ്ച ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയാ നിങ്ങളെ ഇവിടേക്ക് വിളിപ്പിച്ചത്. ഞാൻ അത്രയും ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരണ്ടേ? ഒരു വലിയ കാര്യം ചെയ്യുന്ന ഒരു ശൈലിയിലാണ് ഗസ്മാൻ സംസാരിച്ചത്. ഗസ്മാൻ അങ്ങനെ പറഞ്ഞിട്ട് അവന്റെ കൂടെ നിൽക്കുന്ന ആ മാർഷൽ സെയിന്റുകളെ നോക്കി സ്റ്റാർട്ട് ചെയ്തു. ആ മാർഷൽ സെയിന്റുകൾക്ക് തികച്ചും രസകരമായ ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള അവസരം കിട്ടിയതിന്റെ സന്തോഷം അവരുടെ മുഖത്തുണ്ട്. ആ മാർഷൽ സെയിന്റുകൾ തികച്ചും നിരപരാധികളായ ആ മാർഷൽ ആർട്ടിസ്റ്റുകളെ ഒന്ന് പിടിച്ചിട്ട് അവർക്ക് തോന്നുന്ന പോലെയൊക്കെ ആ ആളുകളോട് പെരുമാറുകയാണ്. ചില മാർഷൽ ആർട്ടിസ്റ്റുകളെ
വെറുതെ കയ്യിൽ പൊക്കിയെടുത്ത് തറയിൽ ആഞ്ഞടിക്കുകയാണ്. വിറക് കൊമ്പ് തറയിൽ അടിക്കും പോലെ ആളുകളെ അടിച്ചു കൊല്ലുകയാണ്. സ്വാഭാവികമായിട്ടും കരച്ചിലിന്റെ ഒരു ബഹളവും രക്ഷപ്പെടാനുള്ള ഒരു ശ്രമവും അവിടെ ഉണ്ടായി. അത് കണ്ടതും വാൻ ഗസ്മാൻ ആ മാർഷൽ സെയിന്റുകളോട് പറഞ്ഞു, സീൽ ഇറ്റ്. കേൾക്കേണ്ട താമസം ആ എൻറ്റയർ ഗ്രീമൂൺ വില്ലയും മാർഷൽ സെയിന്റുകളുടെ ആ പ്രഭാവലയത്താൽ സീൽ ചെയ്യപ്പെട്ടു. ഈ സമയത്ത് അവസരചിതമായി ഇടപെട്ട യാവോമിങ് ഷാൻ യാനിക്കിനെ വലിച്ച് പുറത്തിറക്കിയിരുന്നു. ഷാൻ യാനിക്കിനെയും കൊണ്ട് പുറത്തേക്ക് ഓടിയ യാവോമിങ് അവളെയും കൊണ്ട് നേരെ കാറിലേക്ക് കയറി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും ആ ജിങ്ദു മേഖലയിൽ നിന്ന് വന്ന മുഴുവൻ ആളുകളും അവിടെ നിന്ന് അവരുടെ വാഹനങ്ങൾ പുറത്തേക്ക് പോയി. ഈ സംഭവവികാസങ്ങളുടെ ഇടയിൽ ഷാൻ യാനിക്ക് രക്ഷപ്പെട്ടത് വാൻ ഗസ്മാന്റെ ശ്രദ്ധയപ്പെട്ടതുമില്ല. ഈ സംഭവങ്ങളൊക്കെ പുറത്ത് നടക്കുന്ന കാര്യം അറിയാതെ അകത്ത് മാർക്ക് ഫെല്ലറും എമിലി ബ്ലാക്കും അവരുടെ പ്രാക്ടീസ് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എമിലി ഇതിനിടയിൽ മാർഷൽ ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള പല ലെവലുകളും കഴിഞ്ഞിങ്ങനെ പോവുകയാണ്. കണ്ണഞ്ചിക്കുന്ന വേഗതയിലുള്ള എമിലിയുടെ ആ വളർച്ച വല്ലാത്തൊരു കൗതുകത്തോടെ കാണുന്നത് വിവിനാണ്. മാർക്ക് ഫെല്ലർ കണ്ണടച്ചിരിക്കുന്നതുകൊണ്ട് എമിലിയുടെ വളർച്ച മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മാർക്ക് കണ്ണടച്ച് തൊട്ട് മുകളിലുള്ള ആ ഹാർട്ടിൽ നിന്ന് സ്പിരിച്വൽ എനർജി വലിച്ചെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോ മാർക്കും എമിലിയും അകത്ത് കയറിയിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുകയാണ്. 3ാമത്തെ മാസത്തിൽ 2 ആഴ്ച കൂടി ആയതും മാർക്കിന്റെ ശരീരത്തിലേക്ക് ആവശ്യമായ ഊർജം കയറി കഴിഞ്ഞെന്ന് തോന്നിയതും മാർക്ക് ഫെല്ലർ ഹാഫ് ഓഫ് മാർഷൽ സെയിന്റായി ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം സ്വയം ആരംഭിച്ചു. മാർക്കിന്റെ ബോഡിയിൽ ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉണ്ട്. ആ സ്പിരിച്വൽ എനർജി ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് മാർക്ക് ഹാഫ് ഓഫ് മാർഷൽ സെയിന്റ് ആകാനുള്ള ബ്രേക്കിംഗ് ആരംഭിച്ച് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതും മാർക്ക് വേദന കൊണ്ട് പുളയാൻ തുടങ്ങി. മാർക്ക് അതിശക്തമായി വേദന കൊണ്ട് പുളയുമ്പോൾ മാർക്കിന്റെ വായിന്ന് സ്വാഭാവികമായും ഒരു ശബ്ദം പുറത്തേക്ക് വരികയാണ്. ആ ശബ്ദം എമിലി ബ്ലാക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എമിലി കണ്ണു തുറന്ന് ചെവി വട്ടം പിടിച്ച് ശ്രദ്ധിക്കുമ്പോൾ കുറച്ച് മാറി മാർക്കിന്റെ ഭാഗത്ത് നിന്ന് ശബ്ദം വരുന്നത്. എമിലി ഓടി മാർക്കിന്റെ അടുത്തേക്ക് വരുമ്പോൾ മാർക്ക് ഏതാണ്ട് കൊഞ്ചു വളയുന്ന പോലെ തറയിൽ കിടന്ന് ചുരുളുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരം നിൽക്കുകയാണ് വിവിയൻ. മാർക്ക് ഫെല്ലർ ഹാഫ് ഓഫ് മാർഷൽ സെയിന്റ് ആകാനായി ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് മാർക്ക് വേദന കൊണ്ട് പുളയുന്നത്. മാർക്കിന്റെ ഗോൾഡൻ കോറുകൾ തയ്യാറിരിക്കുകയാണ്. ആ ഗോൾഡൻ കോർ ഉപയോഗിക്കുന്ന അവസാന ഘട്ടത്തിലേക്കാണ് മാർക്ക് കടക്കുന്നത്. ഹാഫ് ഓഫ് മാർഷൽ സെയിന്റിൽ നിന്ന് മാർഷൽ സെയിന്റിലേക്ക് കടക്കുമ്പോൾ ഗോൾഡൻ കോറുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ആവിയായി മാറും. അതിനു മുന്നേ ആ ഗോൾഡൻ കോറുകൾ ഉറയ്ക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ മാർക്കിൽ നടക്കുന്നത്. ആ ഗോൾഡൻ കോറുകൾ ഉറയ്ക്കാൻ തുടങ്ങിയതും സഹിക്കാൻ പറ്റാത്ത വേദനയിലേക്ക് മാർക്ക് വീണുപോകുകയായിരുന്നു. അങ്ങനെയാണ് മാർക്ക് ചുരുണ്ടുപോയത്. മാർക്ക് ചുരുണ്ട് വേദന കൊണ്ട് പുളയുമ്പോൾ എമിലി ബ്ലാക്ക് ഓടി ആ ഭാഗത്തേക്ക് എത്തി. എമിലി ഉറക്കെ വിളിക്കുകയാണ്, മാർക്ക്. എമിലിയുടെ മാർക്ക് എന്നുള്ള വിളി കേട്ടതും മാർക്ക് ആ അപകടം തിരിച്ചറിയുകയാണ്. മാർക്കിന്റെ ബോഡിയിൽ അൺബിലീവബിൾ ആയിട്ടുള്ള ഊർജമുണ്ട്. ആ ഊർജ സോഴ്സിന് അടുത്തേക്ക് ആര് വന്നാലും അവരും പൊട്ടിത്തെറിക്കും. അതാണ് സാഹചര്യം. മാർക്കിന്റെ അടുത്തേക്ക് ഓടി വരുന്നത് എമിലി ബ്ലാക്കാണ്. എമിലി ബ്ലാക്കിന് മാർക്കിന്റെ ബോഡിയിലുള്ള ആ ഊർജത്തിന്റെ ശക്തിയെ തടുക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം അറിയാവുന്ന മാർക്ക് ഫെല്ലർ തന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അവന്റെ ആ സ്പിരിച്വൽ എനർജി ഒന്നുകൂടി ഒന്ന് ചാനലൈസ് ചെയ്യാൻ ഒരു അവസാനപ്പെട്ട ശ്രമം തുടങ്ങി. മാർക്കിന്റെ ബോഡിയിലെ ഊർജത്തെ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ഒന്ന് ചാനലൈസ് ചെയ്യാൻ ശ്രമിച്ച നിമിഷത്തിലാണ് മാർക്ക് വയറ് പൊത്തി താഴേക്ക് വീണുപോയത്. വേദന സഹിക്കാൻ പറ്റാതെ മാർക്ക് അലറുമ്പോഴാണ് എമിലി ഓടിയെത്തുന്നത്. എമിലി രക്ഷിക്കാൻ വേണ്ടി മാർക്ക് വീണ്ടും ആ വേദന മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ഒരിക്കൽ കൂടി മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തു. അവിശ്വസനീയമായ ആ വേദന സഹിച്ചുകൊണ്ട് മാർക്ക് ആ സ്പിരിച്വൽ എനർജി ബോഡിയിലെ എല്ലാ ഭാഗത്തേക്കും അങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു മാറ്റം മാർക്കിന്റെ ബോഡിയിൽ വന്നു. ഈ കാഴ്ച വിവിയൻ കൃത്യമായി കണ്ടു. വിവിയൻ അറിയാതെ പറഞ്ഞു പോവുകയാണ്, പ്രണയത്തിന്റെ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഇതാ ഞാൻ കാണുകയാണ്. എമിലി ബ്ലാക്കിന്റെ സാന്നിധ്യം ഇല്ലായിരുന്നുവെങ്കിൽ മാർക്ക് ചിലപ്പോ ആ എനർജി സർക്കുലേറ്റ് ചെയ്യാൻ പറ്റാതെ പൊട്ടിത്തെറിച്ചനെ. മാർക്കിന്റെ ബോഡിയിലേക്ക് ഒരുപാട് ഊർജം കയറിയിട്ടുണ്ടായിരുന്നു. ആ ഊർജം സർക്കുലേറ്റ് ചെയ്യാൻ പറ്റാതെ മാർക്ക് കിടന്ന് പുളയുന്ന രംഗം വിവിയൻ കണ്ടതാണ്. വിവിയൻ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്. ഇപ്പൊ ഇതാ മാർക്കിന് ആ ഊർജം സർക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാർക്കിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യാൻ പോയ എമിലി വിവിയൻ വിലക്കി. എമിലി പ്ലീസ് അങ്ങോട്ട് കടക്കരുത്. അങ്ങനെ
വിവിയൻ ഓർമ്മിപ്പിച്ചതും എമിലി അവിടെ തന്നെ നിന്നു. എമിലി മാർക്കിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിലാണ് വിവിയനെ പോലെ. മാർക്ക് സാവധാനം ആ പെയിന്റിംഗ് ഊർജം ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും സർക്കുലേറ്റ് ചെയ്ത് തുടങ്ങി. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതും മാർക്കിന്റെ ബോഡി ശാന്തമായി. മാർക്കിന്റെ ആ പിടച്ചിലൊക്കെ നിന്നു. ഇപ്പോ വളരെ അനായാസമായി മാർക്കിന്റെ ബോഡിയിലൂടെ ആ ഊർജം സർക്കുലേഷൻ നടക്കുന്നുണ്ടെന്ന് വിവിയന് ബോധ്യമായതും വിവിയൻ എമിലിയോട് പറഞ്ഞു, എമിലി ഇനി കുഴപ്പമില്ല, എമിലിയുടെ പ്രാക്ടീസ് തുടങ്ങിക്കും. അത് കേട്ടതും മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് എമിലി വീണ്ടും അവളിരുന്ന സ്ഥലത്തേക്ക് മടങ്ങി. എമിലി ബ്ലാക്ക് ഒരു സ്ഥലത്തും മാർക്ക് ഫെല്ലർ മറുഭാഗത്തുമായി അവരുടെ ആ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞതും അന്തരീക്ഷം ഒന്ന് മാറി. കാതടപ്പിക്കുന്ന ഇടിവെട്ടും മിന്നലും ഒക്കെ പെട്ടെന്നാണ് ഉണ്ടായത്. ആ മിന്നലുകൾ മാർക്കിനെ ലക്ഷ്യമാക്കിയാ വരുന്നത്. ശബ്ദം കേട്ട് എമിലി നോക്കുമ്പോൾ മാർക്കിന്റെ പുറത്തേക്ക് ആ മിന്നലുകൾ പതിക്കുകയാണ്. മാർക്കിന് ഇതൊക്കെ ശീലമായതുകൊണ്ട് ആ ഡിവൈൻ ട്രിബുലേഷന്റെ ആ സന്തോഷകരമായ മിന്നൽ മാർക്ക് ഏറ്റുവാങ്ങി. ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റായുള്ള യാത്ര ആയതുകൊണ്ട് മാർക്കിന് അധികം മിന്നലുകൾ ഏൽക്കേണ്ടി വന്നില്ല. ഏകദേശം ഒരു 4-5 മണിക്കൂറുടെ കഴിഞ്ഞപ്പോൾ മാർക്ക് ആ സ്ഥലത്തുനിന്ന് എണീറ്റു. ശരിക്കും മാർക്കിന് വല്ലാത്തൊരു ശക്തി ഫീൽ ചെയ്യുന്നു. അങ്ങനെ എണീറ്റ മാർക്കിനോടായി എമിലി ഓടി വന്ന് ചോദിച്ചു, മാർക്ക് എങ്ങനെയുണ്ട്? എമിലി എന്താണെന്നറിയത്തില്ല, ശരിക്കും ഒരു ശക്തി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാർക്ക് ഇപ്പോ ഔദ്യോഗികമായി മാർക്ക് സംവിധാനങ്ങൾ എല്ലാം കടന്നിരിക്കുകയാണ്. ഇപ്പോ മാർഷൽ സെയിന്റിലേക്കുള്ള പാതയിലാണ് മാർക്ക് അപ്പോ ഇനി മാർഷൽ സെയിന്റായി ബ്രേക്ക് ചെയ്യാൻ പറ്റില്ലേ? ഹാഫ് ഓഫ് മാർഷൽ സെയിന്റായി ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോ താൻ അനുഭവിച്ച വേദന മാർക്കിന് ഇപ്പോഴും ഓർമ്മയുണ്ട്. എമിലിയുടെ സാന്നിധ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും തനിക്ക് ഹാഫ് ഓഫ് മാർഷൽ സെയിന്റായി ബ്രേക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ആ യാഥാർത്ഥ്യവും മാർക്ക് തിരിച്ചറിയുകയാണ്. മാർഷൽ സെയിന്റായി ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ മാർക്കിന്റെ മരണത്തിൽ അത് കലാശിക്കുമെന്നുള്ള കാര്യം മാർക്കിന് ഇപ്പോൾ പൂർണ്ണ ബോധ്യമുണ്ട്. എമിലി ആ ഹെവൻലി വാനില് ഇല്ലെങ്കിൽ മാർഷൽ സെയിന്റ് ആകാനുള്ള എന്റെ ശ്രമം വിജയിക്കുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എമിലി മാർഷൽ സെയിന്റ് ആകാൻ ശരിക്കും ഊർജം വേണ്ടി വരും. ആ ഊർജം എന്റെ ബോഡിയിലേക്ക് കയറ്റിയിട്ട് ഞാൻ സർക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. എന്റെ ബോഡി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നത്. എന്റെ ഗോൾഡൻ കോറ് ഞാൻ റിപ്പയർ ചെയ്തില്ലെങ്കിൽ ആ എനർജിയെ എനിക്ക് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. മാർക്കിന്റെ ഡിവൈൻ കോറ് തകരാറിലാണ്. ആ ഡിവൈൻ കോറ് റിപ്പയർ ചെയ്യാതെ എനർജി സർക്കുലേറ്റ് ചെയ്യാൻ മാർക്ക് ശ്രമിച്ചാൽ മാർക്ക് പൊട്ടിത്തെറിക്കപ്പെടുമെന്ന് മാർക്കിന് തന്നെ ഒരു തോന്നലുണ്ട്. ഹെവൻലി വാനിലെ ഇല്ലാതെ മാർക്കിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കണ്ട, നമുക്ക് കൾട്ടിവേഷൻ തുടരാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ കൗതുകത്തോടെ എമിലിയെ നോക്കി. ഏയ് എമിലി, നീ ഗ്രാൻഡ് മാസ്റ്റർ ആകാറായോ? ശരിക്കും മാർഷൽ ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലേക്ക് ഇതാ എമിലി ബ്ലാക്ക് എത്തിയിരിക്കുകയാണ്. ഇനി എമിലി ഗ്രാൻഡ് മാസ്റ്ററായി ബ്രേക്ക് ചെയ്ത മാത്രം മതി. എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ശരിക്കും ശക്തി ഫീൽ ചെയ്യുന്നുണ്ട്. മാർക്കിനും അതൊരു വല്ലാത്ത അതിശയമാണ്. മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി എന്നാ സമയം കളയണ്ട, നീ ഗ്രാൻഡ് മാസ്റ്റർ ആകാൻ ബ്രേക്ക് ചെയ്യും. എമിലിയുടെ ബോഡിയിലേക്ക് ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി കയറി കഴിഞ്ഞു. ഇനി ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയാൽ മതി. മാർക്ക് എമിലി ആ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ശരീരത്തിലേക്ക് കയറിയിരിക്കുന്ന ആ എനർജിയെ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും സർക്കുലേറ്റ് ചെയ്യുന്നതോടുകൂടി ഒരു വല്ലാത്ത ശക്തി ആ വ്യക്തിക്ക് ലഭിക്കും. ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ബ്രേക്കിങ്ങിന് വേണ്ടി ശ്രമിക്കണം. അതാണ് മാർക്ക് എമിലിയെ പഠിപ്പിച്ചത്. മാർക്ക് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ കേട്ട എമിലി ബ്ലാക്ക് വീണ്ടും ആ പുൽത്തകടിയിലേക്ക് മടങ്ങി. അവിടെ ഇരുന്ന എമിലി ബ്ലാക്ക് സാവധാനം അവളുടെ ബോഡിയിലുള്ള ഊർജത്തെ അവിടെ എല്ലാ കോണുകളിലേക്കും സർക്കുലേറ്റ് ചെയ്ത് തുടങ്ങി. എമിലി ബ്ലാക്ക് അങ്ങനെ ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനകത്ത് ശരിക്കും ഒരു മീറ്റിംഗ് നടക്കുകയാണ്. 7 മാർഷൽ സെയിന്റുകളാണ് അവിടെ ഇപ്പൊ ഇരിക്കുന്നത്. ആ 7 പേരെയും അഭിസംബോധന ചെയ്യുന്നത് സാക്ഷാൽ ഗൂഷിങ് ആണ്. ഗൂഷിങ് ഇപ്പോ മാർക്ക് ഫെല്ലറെ തിരക്കാനുള്ള ചുമതല സീസർക്ക് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ കാരണം ഈ മാർഷൽ സെയിന്റുകൾ രംഗത്ത് വന്നതോടുകൂടി രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളാണ്. മാർഷൽ സെയിന്റുകളെ നിയന്ത്രിക്കാൻ സാധാരണഗതിയിലുള്ള ഒരാൾക്കും പറ്റത്തില്ല. അവർക്ക് തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവരെ ഒരു സിസ്റ്റത്തിന് കീഴിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യമുള്ള ഗൂഷിങ് അതുകൊണ്ടാണ് ആ മാർഷൽ സെയിന്റുകളുടെ മീറ്റിംഗ് വിളിച്ചത്. മാർഷൽ സെയിന്റുകളോടായി ഗൂഷിങ് പറഞ്ഞു, ഏയ് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത് ശരിയല്ല. അത് കേട്ടതും ഒരു മാർഷൽ സെയിന്റ് ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഏയ്
ഗൂഷിങ്, ഞാനൊരു മാർഷൽ സെയിന്റ് ആണ്. ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നതിനെ കുറിച്ച് എന്നോട് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? അത് കേട്ടതും ഗൂഷിങ് അടുത്തിരിക്കുന്ന സീസർ ഒന്ന് നോക്കി. സീസർ ആ മാർഷൽ സെയിന്റിനോട് പറഞ്ഞു, ഏയ്, സംസാരിക്കുമ്പോൾ കുറച്ച് മര്യാദയൊക്കെ നല്ലതാണ്. സീസറുടെ ആ വാക്കുകൾ കേട്ടതും ആ മാർഷൽ സെയിന്റ് സീസറോട് പറഞ്ഞു, പക്ഷെ സീസർ, ഞാനും നിങ്ങളും മാർഷൽ സെയിന്റുകളാണ്. അതുകൊണ്ട് അധികാരഭാവത്തോടുകൂടിയുള്ള നിങ്ങളുടെ ഈ സംഭാഷണം അത് എന്നോട് വേണ്ട. അങ്ങനെ ആ മാർഷൽ സെയിന്റ് പറഞ്ഞതും സീസറുടെ കൈ ഒന്ന് അനക്കി. ആ സമയത്ത് ശക്തമായൊരു ഫോഴ്സ് ആ മാർഷൽ സെയിന്റ് നേരെ പാഞ്ഞു ചെല്ലുകയാണ്. അപകടം മനസ്സിലാക്കിയ ആ മാർഷൽ സെയിന്റ് രണ്ട് കൈ കൊണ്ട് സീസറുടെ ആ എനർജിയെ പ്രതിരോധിച്ചു. പക്ഷേ സീസറുടെ ആ എനർജി ആ മാർഷൽ സെയിന്റിന്റെ പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് അയാളെ എടുത്തങ്ങ് തെറിപ്പിക്കുകയായിരുന്നു. ആ ജിങ്ദു മാർഷൽ അസോസിയേഷന്റെ പുതുതായി കെട്ടിയ ബിൽഡിങ്ങിന്റെ ചുവരിലിടിച്ച് ആ മനുഷ്യൻ താഴേക്ക് വീണു. അവന്റെ മുഖത്ത് ദേഹത്തൊക്കെ ശരിക്കും പാടുകൾ വീഴുകയും ചെയ്തു. സീസറും അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ മാർഷൽ സെയിന്റുകളാണെങ്കിലും സീസർക്ക് മുന്നിൽ അവരാരും ഒന്നുമല്ല എന്ന് പറയാതെ പറയുന്ന ഒരു ആക്ഷനാണ് സീസറുടെ ഭാഗത്തുനിന്നുണ്ടായത്. സീസർ മാർഷൽ സെയിന്റുകളിലെ പീക്ക് ലെവൽ മാർഷൽ സെയിന്റ് ആണെന്ന് പറയാം. അയാൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ മാർഷൽ സെയിന്റ് ആയ ആളാണ്. അയാളുടെ ശക്തി ആർക്കും അളക്കാൻ കഴിയത്തില്ല. സീസറുടെ ആ വളരെ ശക്തി ബോധ്യമായതും പിന്നെ ആ മീറ്റിംഗ് സുഖമായി നടന്നു. ആ മീറ്റിംഗ് ഒരു കാര്യം തീരുമാനിച്ചു. പുതുതായി ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലേക്കാണ് അവരെത്തിയത്. ശരിക്കും ജിങ്ദു മാർഷൽ അസോസിയേഷനിൽ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകളെ നിയന്ത്രിക്കാൻ പറ്റൂ. അവിടെ ഉണ്ടായിരുന്ന ആ സുരക്ഷാ ചുമതലയുള്ള ആളുകൾ എന്ന് പറയുന്നത് പർപ്പിൾ ഡ്രസ്സ് ധരിച്ച പീക്ക് ലെവൽ മാർക്വിസ്റ്റുകളാണ്. ആ പീക്ക് ലെവൽ മാർക്വിസ്റ്റുകളെയാണ് മാർക്ക് ഫെല്ലർ കൊന്നത്. ഇപ്പൊ അവിടെ പീക്ക് ലെവൽ മാർക്വിസ്റ്റുകൾ ഇല്ല. അങ്ങനെയുള്ള പീക്ക് ലെവൽ മാർക്വിസ്റ്റുകൾ ഉണ്ടെങ്കിലേ ലോ ആൻഡ് ഓർഡർ കാര്യങ്ങൾ ജിങ്ദു മാർഷൽ അസോസിയേഷനിൽ നടത്തിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് അതിനുവേണ്ട ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഗ്രീൻ മൂൺ വില്ലയ്ക്കകത്ത് ആ മിസ്റ്റിക് വേൾഡിനകത്ത് മാർക്ക് ഫെല്ലർ എമിലി ബ്ലാക്കിനെ അങ്ങനെ നോക്കി നിൽക്കുന്നത്. എമിലി ബ്ലാക്കിനെ നോക്കി നിൽക്കുന്ന വിവിയനും മാർക്കും പെട്ടെന്നാണ് അന്തരീക്ഷം മാറുന്നത് കണ്ടത്. അതിശക്തമായ മേഘങ്ങൾ ഉണ്ടാവുകയും ഇടിമിന്നലുണ്ടാവുകയും ചെയ്യുന്നതും അവർ കണ്ടു. മാർക്ക് ഫെല്ലർ ഗ്രാൻഡ് മാസ്റ്ററായിട്ടും മാർക്വിസ്റ്റായിട്ടും ഒക്കെ ബ്രേക്ക് ചെയ്തപ്പോൾ മാർക്ക് കണ്ട അതേ കാഴ്ച മാർക്ക് ഇതാ വീണ്ടും കാണുകയാണ്. പക്ഷേ ഇപ്രാവശ്യം മാർക്ക് കാണുന്നത് ശക്തമായ മേഘങ്ങളെയാണ്. ഒരാളുടെ ശക്തി വർദ്ധിക്കുന്ന അനുസരിച്ച് അന്തരീക്ഷത്തിൽ വരുന്ന ആ മേഘങ്ങളുടെ ശക്തിയും വർദ്ധിക്കും. ശക്തമായ മിന്നലുകൾ എമിലി ബ്ലാക്കിന്റെ പുറത്ത് വീണു തുടങ്ങിയതോടുകൂടി എമിലിയുടെ ബോഡിയിലെ ചതയൊക്കെ ഇളകിത്തെറിക്കുകയാണ്. ശരിക്കും അവളുടെ പുറത്തുള്ള എല്ലുകളൊക്കെ തെളിഞ്ഞു കാണാം. എമിലിക്ക് ആ മിന്നലുകളുടെ ശക്തിയെ അതിജീവിക്കാൻ കഴിയുമെന്നൊരു സംശയം മാർക്കിനുണ്ടായിരുന്നു. സംശയിച്ചിരിക്കുന്ന മാർക്കിനോടായി വിവിയൻ പറഞ്ഞു, ഏയ് മാർക്ക്, എമിലിക്കത് പറ്റും. ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിനകത്ത് എമിലിയുടെ രക്തം ഊറ്റിയെടുത്തപ്പോൾ എമിലി അനുഭവിച്ച ആ വേദനയുണ്ടല്ലോ, അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. വിവിയൻ ആ കാര്യം പറഞ്ഞപ്പോൾ മാർക്കിനും ഉള്ളിലൊരു തേങ്ങലുണ്ടാവുകയാണ്. ശരിക്കും ആലോചിക്കുമ്പോൾ പോലും സങ്കടം വരുന്ന ഒരു കാര്യമാണ് എമിലി അനുഭവിച്ചത്. 2 കൊല്ലം ജിങ്ദു മാർഷൽ അസോസിയേഷനകത്തും മിസ്റ്റിക് വേൾഡിനകത്തുമായിട്ട് എമിലിയിൽ നിന്ന് വൻതോതിൽ രക്തം ഊറ്റിയെടുക്കപ്പെട്ടു. ആ സമയത്ത് എമിലി അനുഭവിച്ച ആ വേദന വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എമിലിയുടെ പുറത്ത് മിന്നൽ എങ്ങനെ വീണുകൊണ്ടേയിരിക്കുകയാണ്. ആ മിന്നലുകൾ വീഴുന്ന പ്രക്രിയ അതിവേഗം അവസാനിച്ചു. ഏതാണ്ട് കുറെ സമയം കഴിഞ്ഞപ്പോൾ എമിലി ബ്ലാക്കിന്റെ ബോഡിയിൽ വീണ്ടും ആ തൊലിയും ചതയൊക്കെ അങ്ങനെ വരികയും ചെയ്തു. ശരിക്കും അതൊരു ആക്ടിവിറ്റിയാണ്. എമിലിയുടെ ബോഡി വീണ്ടും പൂർണ്ണമായും പഴയതുപോലെ ആയി കഴിഞ്ഞതും എമിലി ചിരിച്ചുകൊണ്ട് എണീറ്റു. എമിലി ഇപ്പോ ഒരു മാർഷൽ ഗ്രാൻഡ് മാസ്റ്ററായി മാറിയിരിക്കുകയാണ്. എമിലിയുടെ അടുത്തേക്ക് ഓടിയെത്തിയ മാർക്കിനോടായി എമിലി പറഞ്ഞു, മാർക്ക്, എനിക്ക് ശരിക്കും ഒരു ശക്തി ഫീൽ ചെയ്യുന്നുണ്ട്. എമിലി, എന്തായാലും അഭിനന്ദനങ്ങൾ. ഇത്ര വേഗതയിൽ നീ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. മാർക്ക്, ഇനി എനിക്ക് അടുത്ത ലെവലിലേക്ക് കടക്കണം. ശരിക്കും എമിലി വല്ലാത്ത ആവേശത്തിലാണ്. മാർഷൽ ഗ്രാൻഡ് മാസ്റ്റർ ആയി കഴിഞ്ഞാൽ അവൾക്ക് ഇനി അടുത്ത ടാർഗറ്റ് മാർക്വിസ് ആണല്ലോ. എമിലിയുടെ ആ താല്പര്യം കണ്ടതും വിവിയൻ മാർക്കിനോട് പറഞ്ഞു, മാർക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. വിവിയനും അത് പറഞ്ഞതും മാർക്ക് ഫെല്ലർ വീണ്ടും
പഴയ സ്ഥലത്തേക്ക് വന്നിരുന്നു. മാർക്ക് വീണ്ടും ആ ഐസി ഗ്ലേസിംഗ് ഹാർട്ടിൽ നിന്ന് ഊർജം സ്വീകരിച്ചു തുടങ്ങി. ഏതാനും മണിക്കൂറുകൾ മാർക്ക് ആ ഊർജം സ്വീകരിച്ചു തുടങ്ങിയപ്പോൾ മാർക്കിന് ഒരു അസ്വസ്ഥ ഫീൽ ചെയ്തു തുടങ്ങി. മാർക്കിന് അങ്ങോട്ട് ഊർജം വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. അത് മനസ്സിലാക്കിയ മാർക്ക് അവിടെ നിന്ന് എണീറ്റ് എമിലിയുടെ അടുത്തേക്ക് വന്നു. മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി ദാ ഇത് നീ വെച്ചേക്ക്. മാർക്ക് ഇതെന്താ? എമിലി ഇതാണ് ഐസി ഗ്ലേസിംഗ് ഹാർട്ട്. ഇത് ഉപയോഗിച്ചാൽ എളുപ്പം സ്പിരിച്വൽ എനർജി സ്വീകരിക്കാൻ പറ്റും. നീ ഇതൊന്ന് ഉപയോഗിച്ചു. മാർക്ക് ഇതെനിക്ക് വേണ്ട, മാർക്കിനല്ലേ ഇത് ഗുണപ്പെടുക. എമിലി എന്നെ കൊണ്ട് ഇപ്പം അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, നീ ഒന്ന് ഉപയോഗിച്ചു നോക്കി. അങ്ങനെ മാർക്ക് നിർബന്ധിച്ച് പറഞ്ഞതും ഗ്രാൻഡ് മാസ്റ്റർ ആയി കഴിഞ്ഞിരുന്ന എമിലി ബ്ലാക്ക് വീണ്ടും ആ പഴയ പൊസിഷനിൽ ഇരുന്നിട്ട് ആ ഐസി ഗ്ലേസിംഗ് ഹാർട്ട് അവിടെ തലയ്ക്ക് മുകളിൽ സസ്പെൻഡ് ചെയ്തു. അതവിടെ വെച്ചാൽ അത് അങ്ങനെ തന്നെ നിൽക്കും. അതിനുശേഷം അവൾ മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഡീവറിംഗ് ടെക്നിക് ഉപയോഗിച്ച് അതിൽ നിന്ന് സ്പിരിച്വൽ എനർജി പതുക്കെ ഡീവർ ചെയ്ത് തുടങ്ങി. സ്പിരിച്വൽ എനർജി വിഴുകുന്ന ഒരു പ്രക്രിയയാണ് മാർക്ക് എമിലിയെ പഠിപ്പിച്ചത്. മാർക്ക് പഠിപ്പിച്ച ആ ഡീവറിംഗ് മെക്കാനിസം അനുസരിച്ച് എമിലി ആ സ്പിരിച്വൽ എനർജി ഡീവർ ചെയ്ത് തുടങ്ങിയപ്പോൾ മാർക്കും വിവിയനും ശരിക്കും വാ പൊളിച്ചു പോവുകയാണ്. ശരിക്കും അൺബിലീവബിൾ ആയ ശക്തിയിൽ ഒരു വലിയ ടണലിൽ നിന്ന് സ്പിരിച്വൽ എനർജി പാഞ്ഞു വരുമ്പോലെ ആ സ്പിരിച്വൽ എനർജി എമിലിയുടെ പുറത്തേക്ക് വരികയും എമിലിയുടെ പുറത്ത് അതങ്ങ് ലയിച്ചു ചേരുകയുമാണ്. മാർക്ക് ഫെല്ലർ ഏതാണ്ട് 2-2.5 മാസമായിട്ട് അതിൽ നിന്ന് സ്പിരിച്വൽ എനർജി റിസീവ് ചെയ്യുകയാണ്. മാർക്ക് വളരെ പാടുപെട്ട ഡീവർ ചെയ്തത്. മാർക്കിന് അറിയാം ആ ഹാൻഡ് പാലസിലെ ആ സെക്ഷൻ മാസ്റ്റർ എത്രയോ വർഷങ്ങളായിട്ട് അതേ ഐസി ഗ്ലേസിംഗ് ഹാർട്ടിൽ നിന്ന് ആ സ്പിരിച്വൽ എനർജി വലിച്ചെടുക്കുന്ന ആളാണ്. അയാൾക്ക് പറ്റാത്ത, മാർക്കിന് പറ്റാത്ത ഒരു കാര്യം ഇതാ എമിലിക്ക് പറ്റുന്നു. എമിലി കൂളായിട്ട് അതിന് അബ്സോർവ് ചെയ്യുന്നത്. അങ്ങനെ അബ്സോർവ് ചെയ്യുമ്പോൾ ആ ഐസി ഗ്ലേസിംഗ് ഹാർട്ട് ക്രമേണ ചെറുതാകുന്ന കാഴ്ചയും മാർക്ക് കണ്ടു. മാർക്ക് കഴിഞ്ഞ 2.5 മാസം കൊണ്ട് ശ്രമിച്ചിട്ട് ആ ഐസി ഗ്ലേസിംഗ് ഹാർട്ടിന്റെ ഏകദേശം ഒരു 4/1 മാത്രമാണ് മാർക്കിന് ഉപയോഗിക്കാൻ പറ്റിയത്. മാർക്ക് കണ്ടുകൊണ്ട് നിൽക്കേ എമിലി ആണെങ്കിൽ അതിവേഗത്തിൽ ഉപയോഗിക്കുകയാണ്. ആ കാഴ്ച കണ്ട മാർക്ക് അവിടെ നിന്ന് മാറി മാർക്കിന്റെ പൊസിഷനിൽ പോയിരുന്നിട്ട് അവിടെ വാൻ ഗസ്മാന്റെ മിസ്റ്റിക് വേൾഡിനകത്ത് നിന്ന് മാർക്കിന് കിട്ടിയ ആ ഡാർക്ക് എനർജിയുടെ ആ ഹാർട്ട് എടുത്ത് മുകളിലേക്ക് വെച്ചു. മാർക്കിന്റെ ബോഡിയിൽ ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉണ്ടെന്ന കാര്യം മാർക്കിന് അറിയാം. മാർക്കിന് ഇനി വേണ്ടത് ആ ഡാർക്ക് എനർജിയാണ്. മാർക്ക് ആ ഡാർക്ക് എനർജി വലിച്ചെടുത്തു തുടങ്ങി. മാർക്ക് ആ ഡാർക്ക് എനർജി വലിച്ചെടുത്ത് ശരീരത്തിലേക്ക് കയറ്റി പതുക്കെ പതുക്കെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ അതിവേഗം അങ്ങനെ പോയി. ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ മാർക്ക് ഫെല്ലർ കണ്ണു തുറന്നു. മാർക്കിന് കൾട്ടിവേഷൻ മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് മാർക്ക് കണ്ണു തുറന്നത്. കണ്ണു തുറന്ന മാർക്ക് വശങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ വിവിയനും എമിലി ബ്ലാക്കും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് മാർക്ക് കണ്ടത്. മാർക്ക് അവരുടെ അടുത്തേക്ക് വന്നു. എമിലി എന്തായി? മാർക്ക് ആ ഐസി ഗ്ലേസിംഗ് ഹാർട്ട് തീർന്നു. ഐസി ഗ്ലേസിംഗ് ഹാർട്ട് തീർന്നു? അതേ മാർക്ക്. മാർക്കിന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് മാർക്ക് ഇപ്പൊ കേൾക്കുന്നത്. എത്രയോ വർഷങ്ങളായിട്ട് ആ ഐസി ഗ്ലേസിംഗ് ഹാർട്ടിൽ നിന്ന് സ്പിരിച്വൽ എനർജി റിസീവ് ചെയ്ത ആ ഹാൻഡ് പാലസിലെ സെക്ഷൻ മാസ്റ്ററും 2.5 മാസം ശ്രമിച്ച മാർക്കും എമിലിയുടെ ആ ആക്ടിവിറ്റിക്ക് മുന്നിൽ ഇതാ ഒന്നുമല്ലാതായിരിക്കുകയാണ്. വെറും ഒരാഴ്ച കൊണ്ട് എമിലി ബ്ലാക്ക് ആ ഐസി ഗ്ലേസിംഗ് ഹാർട്ടിനെ പൂർണ്ണമായും വലിച്ചെടുത്തിരിക്കുകയാണ്. വെറുതെ അല്ല എമിലിയുടെ ബോഡിയിലെ ബ്ലഡിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് ആളുകളൊക്കെ പറയുന്നത്. അവളൊരു പ്രത്യേക ജീനുള്ള വ്യക്തിയാണ്. മാർക്ക് വിവിയനോട് ചോദിച്ചു, വിവിയൻ നമ്മളിവിടെ വന്നിട്ട് എത്ര നാളായി? മാർക്ക് ഇപ്പോ 3 മാസമാണ്. 3 മാസവും? വിവിയൻ എങ്കിൽ എനിക്കൊന്ന് പുറത്തു പോകണം. മാർക്ക് അതെങ്ങനെ ശരിയാവും? വിവിയൻ ഞാനുമായി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന അനവധി ആളുകൾ പുറത്തുണ്ട്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാണോ എന്നൊരു ഭയം എനിക്ക് തോന്നുന്നുണ്ട്. മാർക്ക് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് പുറത്തു പോയി നോക്കാം. നിങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങിയാൽ പിടിക്കപ്പെടും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. വിവിയൻ അത് പറഞ്ഞതും മാർക്കിന് ഒരു സംശയം. അത് മനസ്സിലാക്കിയ വിവിയൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് പേടിക്കണ്ട, ഞാൻ നിങ്ങൾ രണ്ടുപേരെയും ഒറ്റ കൊടുക്കില്ല. വിവിയൻ അത് തീർത്തു പറഞ്ഞതും വേറെ മാർഗമില്ലാത്തതുകൊണ്ട് മാർക്ക് ഫെല്ലർ വിവിയനെ പുറത്തേക്ക് വിട്ടു. ആ മിസ്റ്റിക് വേൾഡിൽ നിന്ന് പുറത്തിറങ്ങിയ വിവിയൻ ആ സ്പിരിച്വൽ എനർജിയുടെ ഭാഗത്തെത്തുമ്പോൾ ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. സ്പിരിച്വൽ എനർജിയുള്ള ആ അരുവി ഒരു വല്ലാത്ത സുഗന്ധം ഉണ്ടാക്കും. എന്നാൽ ആ സുഗന്ധത്തെ മറികടക്കുന്ന ഒരു ഡാർക്ക് എനർജി ഇപ്പോ വിവിയന് അനുഭവപ്പെടുകയാണ്. ഒരു സെമിത്തേരിക്കകത്ത് വന്നുപെട്ട പ്രതീതിയിലാണ് വിവിയൻ ലേശം ഭയത്തോടു കൂടി ആ നദിയുടെ അടുത്ത് നിന്ന് ഗ്രീമോൺ വില്ലയ്ക്ക് അകത്തേക്ക് നടക്കുമ്പോൾ അവന്റെ കണ്ണ് തള്ളിപ്പോകുന്ന കാഴ്ചകൾ അവൻ കണ്ടു. പല സ്ഥലത്തും ഡെഡ് ബോഡികൾ ചിതറിക്കിടക്കുകയാണ്. തറയിൽ അടിച്ച് പിരിക്കപ്പെട്ട ശൈലിയിൽ അഴുകിക്കൊണ്ടിരിക്കുന്ന ഡെഡ് ബോഡികൾ, വലിച്ചു കീറപ്പെട്ട ശൈലിയുള്ള ബോഡികൾ,
തല ചവിട്ടി അരച്ചിരിക്കുന്ന ബോഡികൾ. മനുഷ്യനാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിലാണ് ചില ബോഡികളൊക്കെ. വിവിയൻ ആ എൻറ്റയർ ഗ്രീൻമൗണ്ട് വാലിയും ഒന്ന് നോക്കി. അവിടെയുള്ള മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറെ തിരക്കിയെത്തിയ ആരോ അവിടെയുള്ള ആളുകളെ കൊന്നിരിക്കുകയാണ്. ഞെട്ടിപ്പോയ വിവിയന് പുറത്തേക്ക് പോകണമോ വേണ്ടയോ എന്നൊരു സംശയം. വിവിയൻ മാർക്കിനോടും എമിലിയോടും പറഞ്ഞിരിക്കുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. 3 ദിവസം കഴിഞ്ഞ് അവൻ മടങ്ങി വന്നില്ല എങ്കിൽ അവൻ പിടിക്കപ്പെട്ടു എന്ന് കരുതണമെന്നാണ്. വിവിയൻ ഒരു പരുവത്തിൽ ആ ഗ്രീൻമൗണ്ട് വാലിയിൽ നിന്ന് പുറത്തിറങ്ങി. വിവിയന്റെ അടുത്ത ലക്ഷ്യം ഡിവൈൻ ആൽക്കെമിസ്റ്റ് പവലിയനിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാന്നുള്ളതാണ്. വിവിയൻ അവിടെ നിന്ന് പല വാഹനങ്ങൾ കയറി ഗ്രീൻമൗണ്ട് വാലിയിലേക്ക് തിരിച്ചു. ഗ്രീൻമൗണ്ട് വാലിയിൽ നിന്ന് ഡിവൈൻ ആൽക്കെമിസ്റ്റ് പവലിയനിലേക്ക് തിരിച്ചു. ഈ സമയത്ത് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ കോൺഫറൻസ് ഹാളിൽ ഗൂഷിങ് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. ഗൂഷിങ്ങിന് മുന്നിൽ ആ കോൺഫറൻസ് റൂമിൽ മീറ്റിംഗിൽ എത്തിയിരിക്കുന്നത് ഹൈറപ്സ് ആണ്. ഹൈറപ്സ് ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗു, നിന്നെ കാണാൻ അല്പസമയത്തിനകം ഒരാൾ വരും. അയാളുടെ പേര് മാസ്റ്റർ ദുജൂൺ എന്നാണ്. അയാൾ കീ മാസ്റ്ററാണ്. എല്ലാ മിസ്റ്റിക് വേൾഡുകളിലും തിരയാനുള്ള കപ്പാസിറ്റി അവനുണ്ട്. അവന് 80,000-ലധികം കീ റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. വിൽജാക്കിന് 3000 ചില്ലാനം കീകൾ റീഡ് ചെയ്യാൻ പറ്റും. വിവിയന് 8000 ചില്ലാനം. ഇവിടെ വരുന്ന പുതിയ മാസ്റ്റർക്ക് 80,000-ലധികം കീ റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആകെയുള്ള മിസ്റ്റിക് വേൾഡുകൾ 1,80,000 മിസ്റ്റിക് വേൾഡുകളിൽ ഏതാണ്ട് 75% റീഡ് ചെയ്യാൻ ആ മാസ്റ്റർ ദുജൂണിന് കഴിയുമെന്നർത്ഥം. മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതും മാസ്റ്റർ ദുജൂൺ ഗൂഷിങ്ങിനെ കാണാനെത്തി. മിസ്റ്റിക് വേൾഡുകൾ പരിശോധിക്കാനുള്ള തീരുമാനം ഗൂഷിങ് എടുത്തിട്ട് അധിക ദിവസമായിട്ടില്ല. മാർക്ക് ഫെല്ലറെയും എമിലി ബ്ലാക്കിനെയും അവര് സകല സ്ഥലത്തും അരിച്ചു പറക്കിയിട്ടും കാണാതെ വന്നതും എല്ലാവരും ആ സംശയം പങ്കുവച്ചു തുടങ്ങി. മാർക്ക് ഫെല്ലർ ഏതെങ്കിലും മിസ്റ്റിക് വേൾഡിനകത്ത് കയറി രക്ഷപ്പെട്ട് കാണും. മിസ്റ്റിക് വേൾഡുകൾ എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. മാർക്ക് ഫെല്ലർ കയറിയിരിക്കുന്ന മിസ്റ്റിക് വേൾഡ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് മിസ്റ്റിക് വേൾഡ് കണ്ടുപിടിക്കണം. പരിചയമുള്ള എല്ലാ മിസ്റ്റിക് വേൾഡുകളിലും ഇതിനിടയിൽ ഒരു പരിശോധന ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനും ബാക്കിയുള്ളവരും ചേർന്ന് നടത്തിയിരുന്നു. അവിടെയൊന്നും മാർക്ക് ഫെല്ലർ ഇല്ല. ഓണർമാരില്ലാത്ത ഏതോ ഒരു മിസ്റ്റിക് വേൾഡിലാണ് മാർക്ക് ഫെല്ലർ ഇപ്പോൾ ഉള്ളത്. അക്കാര്യം ഏകദേശം ധാരണയായിട്ടുണ്ട്. അതുകൊണ്ട് ഓണർ ഇല്ലാത്ത മിസ്റ്റിക് വേൾഡുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനും ആ മിസ്റ്റിക് വേൾഡിനകത്ത് കയറി നോക്കാനുമായിട്ടാണ് എല്ലാ കീകളും സ്വന്തമായിട്ടുള്ള സാക്ഷാൽ മാസ്റ്ററായ മാസ്റ്റർ ദുജൂണിനെ അവർ വിളിച്ചു വരുത്തിയത്. മാസ്റ്റർ ദുജൂണിന് ഗൂഷിങ് ഡ്യൂട്ടികൾ വീതം വെച്ച് കൊടുക്കുമ്പോൾ വിവിയൻ ഏതാണ്ട് ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിന്റെ സമീപത്ത് എത്തിക്കഴിഞ്ഞു. ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിനകത്തേക്ക് കടന്ന വിവിയന് അവിടെ കുഴപ്പമൊന്നുമില്ലെന്ന് ബോധ്യമായതും ഒരു ആശ്വാസമായി. വിവിയൻ അവിടെ ആരുടെയും ശ്രദ്ധയപ്പെടാതെ പല സ്ഥലങ്ങളും കറങ്ങിന് ശേഷം വീണ്ടും ഗ്രീൻമൗണ്ട് വാലിയിൽ മടങ്ങിയെത്തി. ഗ്രീൻമൗണ്ട് വാലിയിലേക്ക് വിവിയൻ കടന്നതും 2 ആളുകൾ വിവിയനെ തടഞ്ഞു. ആരാ നീ? അല്ല, ഞാൻ ഇതുവഴി പോയപ്പോ അകത്ത് രൂക്ഷ ഗന്ധം അനുഭവപ്പെട്ടു. ഇവിടെ എന്തോ ഒരു കലാപം നടന്നെന്ന് എനിക്ക് തോന്നി. കലാപം കഴിഞ്ഞ സ്ഥിതിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കാൻ പറ്റുമെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് കയറിയത്. വിവിയൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ടതും അവനെ തടുത്ത ആളുകൾ അവനോട് പറഞ്ഞു, അങ്ങനെ ഇവിടെ കയറി മോഷ്ടിക്കാനൊന്നും പറ്റത്തില്ല. അല്ല, ഇവിടെ ഒരു ഗ്രീൻമൗണ്ട് വാലി അല്ലായിരുന്നോ? ഇവിടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ എന്തു പറ്റി? അവരൊക്കെ യങ് മാസ്റ്റർ കൊന്നു. യങ് മാസ്റ്ററോ? ഏത് യങ് മാസ്റ്റർ? ഇവിടെ അതൊന്നും നിനക്ക് അറിയത്തില്ലേ? വാൻ ഗസ്മാനെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? വാൻ ഗസ്മാൻ എന്ന വ്യക്തി അവിടെയുള്ള ആളുകളെയൊക്കെ കൊന്നെന്നുള്ള വിവരം ആ ആളുകൾ പറഞ്ഞു കേട്ടതും വിവിയൻ അവരോട് പറഞ്ഞു, ഓക്കെ ഞാന് എന്നാ ഇനി നിൽക്കുന്നില്ല. അവൻ അവിടെ നിന്ന് പതുക്കെ മാറി. ആ 2 കാവൽക്കാരും അവിടെ നിന്ന് ഒഴിയുന്നത് വരെ വിവിയൻ പിന്നെ അങ്ങോട്ട് വന്നില്ല. അവന്മാർ ഉള്ളിലേക്ക് പോയതും വിവിയൻ അവിടെ ശ്രദ്ധയപ്പെടാതെ അതിവേഗം ആ സ്പിരിച്വൽ സ്പ്രിംഗ് വഴി മിസ്റ്റിക് വേൾഡിന്റെ വാതിൽക്കലെത്തി. അവൻ അതുവഴി അകത്ത് കടന്നു. വിവിയൻ ഓടി ചെല്ലുമ്പോൾ മാർക്കും എമിലിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കിതച്ചുകൊണ്ട് വരുന്ന വിവിയനെ കണ്ടതും മാർക്ക് ചോദിച്ചു, എന്താ നടന്ന സംഭവങ്ങളൊക്കെ വിവിയൻ മാർക്കിനോടും എമിലിയോടും പറഞ്ഞു. ഗ്രീൻമൗണ്ട് വില്ല തുടച്ച് നീക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം വിവിയൻ പറഞ്ഞപ്പോൾ മാർക്ക് അറിയാതെ തലയെ കൈവച്ചു പോവുകയാണ്. ഒരുപാട് നിരപരാധികൾ ഗ്രീൻമൗണ്ട് വില്ലയിൽ മാർക്ക് കാരണം കൊല്ലപ്പെട്ടിരിക്കുകയാണ്. മാർക്കിന് അതങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. മാർക്ക് എമിലിയോടും വിവിയനോടായി പറഞ്ഞു, ഇത് പറ്റില്ല, ഇത് ശരിയാവില്ല, എനിക്ക് പുറത്തിറങ്ങണം. മാർക്ക് ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യാനാണ്? മാർക്കിനോടായി എമിലി ആ ചോദ്യം ചോദിച്ചപ്പോൾ മാർക്കിനും ആ ചോദ്യത്തിൽ അർത്ഥമുണ്ടെന്നറിയാം. എമിലി പിന്നെ എന്ത് ചെയ്യും? മാർക്ക് പ്ലീസ് വെയിറ്റ്. മാർക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. അവരങ്ങനെ സംസാരിച്ചപ്പോഴാണ് വിവിയൻ മാർക്കിനോട് നിർണായകമായ ആ കാര്യം പറഞ്ഞത്. മാർക്ക്, ഒരു പ്രശ്നമുണ്ട്.
എന്ത് പ്രശ്നം? ഒരു മാസ്റ്റർ ദുജോൺ ജിഗ്ദു മാർഷൽസ് അസോസിയേഷന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അയാൾ ഏത് നിമിഷവും ഇവിടെ എത്താം. അയാൾ വന്നാൽ എന്താ കുഴപ്പം? മാർക്കും എമിലിയും ഒരുമിച്ച് ആ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും വിവിയൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അയാള് മാസ്റ്റർ കീമാനാണ്. മാസ്റ്റർ കീമാനോ? അതെ, അയാൾക്ക് തുറക്കാൻ പറ്റാത്ത മിസ്റ്റിക് വേർഡുകൾ ഈ ഭൂമിയിൽ ഇല്ലാന്ന് തന്നെ പറയാം. എന്നെക്കാൾ 10 മടങ്ങ് കപ്പാസിറ്റി ഉള്ള ആളാണ് ആ മാസ്റ്റർ ദുജോൺ. അയാൾ ഗ്രീൻ മൂൺ വില്ലിൽ എത്തിയാൽ ഉറപ്പായും അയാൾ ഈ വില്ല മുഴുവൻ പരിശോധിക്കും. അയാളുടെ ശ്രദ്ധയിൽ ഉറപ്പായും ഈ സ്പിരിച്വൽ സ്പ്രിംഗ് പെടും. ഈ സ്പിരിച്വൽ സ്പ്രിംഗിലെ ആ ദൂരം അയാൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അയാൾ ഉറപ്പായും ഈ മിസ്റ്റിക് വേൾഡിലേക്ക് കടക്കും. ഒരു വല്ലാത്ത അപകടമാണ് മാർക്ക് ഫെല്ലറെയും എമിലിയെയും തേടി വരുന്നത്. ആ യാഥാർത്ഥ്യമാണ് വിവിയന്റെ വാക്കുകളിലുള്ളത്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.